എല്ലാവർക്കും ഹോർത്തൂസിൻ്റെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുനീഷ് തോമസ് എന്നാണ്. ഞാൻ മലയാള മനോരമയുടെ സ്പോർട്സ് എഡിറ്ററാണ്. ഇവിടെ ഈ സെഷനിൽ നമ്മുടെ മുഖ്യാതിഥി ഈ ഇരിക്കുന്ന കമാൻഡർ അഭിലാഷ് ടോമി. ഇദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്ര അടുത്ത് ഇങ്ങനെ ഒരാളെ കാണാൻ വളരെ അപൂർവമായിട്ട് നമ്മൾ മലയാളികൾക്ക് ഭാഗ്യം കിട്ടാറുള്ളൂ. അഭിലാഷ് ടോമിയെക്കുറിച്ചൊരു ആമുഖത്തിന് ആവശ്യമില്ല എന്നറിയാം. എങ്കിൽ പോലും ഞാൻ ചെറിയൊരു ആമുഖം പറഞ്ഞ് ഈ സെഷൻ ആരംഭിക്കാം. അതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിക്കോട്ടെ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവരാകെ എത്ര പേരുണ്ടെന്ന് ഇന്ന് രാവിലെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ 2024 ജനുവരിയിലെ കണക്കനുസരിച്ച് ഏകദേശം 6664 പേരാണ് എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലെത്തിയിട്ടുള്ളത്. അതേസമയം കടലിലൂടെ ഒറ്റയ്ക്ക് ഒരാളുടെയും സഹായമില്ലാതെ നോൺ സ്റ്റോപ്പായിട്ട് ഒരിടത്തും നിർത്താതെ സർക്കും നാവിഗേഷൻ ഭൂമിയെ ചുറ്റി വന്നവർ ആകെ 199 പേരേ ഉള്ളൂ. ആ 199 പേരുടെ കണക്കിൽ തന്നെയും കുറച്ച് പറയുകയാണെങ്കിൽ എങ്കിലും 6666 പേർ എവറസ്റ്റ് കൊടുമുടി കയറിയപ്പോൾ ഭൂമിയെ ചുറ്റി കടലിലൂടെ ഒറ്റയ്ക്ക് പോയി വന്ന ആളുകൾ 199 പേരേ ഉള്ളൂ. ആ 199 പേരിൽ ഒരാളാണ് നമ്മുടെ ഒപ്പം ഇവിടെ ഇരിക്കുന്ന ഈ അഭിലാഷ് ടോമി. സാഹസികതയുടെ അവസാന വാക്കാണ്. ഇന്ത്യയിൽ അഭിലാഷ് ടോമിക്ക് പകരം ഒരാളില്ല, പകരം വയ്ക്കാനില്ലാത്ത ആൾ നമ്മൾ മലയാളത്തിൽ വളരെ ആലങ്കാരികമായി പറയും. ഇത് വളരെ കറക്റ്റാണ്. കാരണം അഭിലാഷ് ടോമി അല്ലാതെ മറ്റൊരു ഇന്ത്യക്കാരനില്ല ഈ നോൺ സ്റ്റോപ്പ് സോളോ സർക്കം നാവിഗേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പം അഭിലാഷ് ടോമിയെ മലയാള മനോരമ ഹോർത്തൂസിൻ്റെ പേരിൽ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. താങ്ക് യു. ലേറ്റായിരുന്നു, സോറി. പിന്നെ കേരള പിറവിദിനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും. ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. ബട്ട് സുനീഷ് യു കണ്ടിന്യൂ. എനിക്കൊരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്. ഐ ജസ്റ്റ് ബി ദെയർ ആൻഡ് ഐ വിൽ കം ബാക്ക്. ഓക്കെ. ഇതൊരു സെഷൻ ആയിരിക്കുമ്പോൾ തന്നെ അഭിലാഷ് ഇപ്പോൾ ഈ ടെക്നിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. അഭിലാഷിനോട് ഞങ്ങൾ പറഞ്ഞിരുന്നു കുറച്ച് ഈ കടലിൽ ഒറ്റയ്ക്ക് പോയ ആളാണല്ലോ, അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് കാണാൻ പറ്റുന്ന കുറച്ച് വീഡിയോസ് കൂടെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു സമയമാണ് അഭിലാഷ് ചോദിക്കുന്നത്. അഭിലാഷിൻ്റെ 2 പുസ്തകങ്ങളാണ് മലയാളത്തിൽ വന്നിട്ടുള്ളത്. ഇതുകൂടാതെ ഇംഗ്ലീഷിൽ പെൻഗ്വിൻ പബ്ലിഷ് ചെയ്തൊരു ബുക്കുമുണ്ട്. അഭിലാഷിൻ്റെ 2 ബുക്കുകളും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മലയാള മനോരമയാണ്. 2013 ആദ്യത്തെ ബുക്ക് വന്നത്, കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന ബുക്ക്. അതൊരു കോഫി ടേബിൾ ബുക്കിൻ്റെ ഷേപ്പിൽ അഭിലാഷിൻ്റെ ഇന്ത്യൻ നേവിയുടെ നാവികസേനയുടെ സാഗർ പരിക്രമ 2 എന്ന് പറയുന്ന നോൺ സ്റ്റോപ്പ് സോളോ സർക്കം നാവിഗേഷൻ്റെ അഭിലാഷിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പുസ്തകമാണ്. അതൊരു ഒരേ സമയം ചിത്രങ്ങളും കണ്ടൻറ്റും ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ്. ഇപ്പോൾ താഴെ വേദിയിലുള്ള നമ്മുടെ വേണുചേട്ടൻ താഴെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ നഗ്നരും നരഭോജികളും എന്നൊരു പുസ്തകം. അതിന് ആ ഒരു ഷേപ്പല്ല, പക്ഷേ ഇതൊരു കോഫി ടേബിൾ ഷേപ്പിൽ തന്നെ. രണ്ടും ഒരുപോലെ തന്നെ വായനക്കാരെ വല്ലാതെ പിടിച്ചിരുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവവികാസങ്ങളിലൂടെ കടന്നു പോകുന്ന പുസ്തകങ്ങളാണ്. അഭിലാഷിൻ്റെ 2ാമത്തെ പുസ്തകം, യെസ് അത് തന്നെ പുസ്തകം ഇവിടെ ഉണ്ട്. അഭിലാഷിൻ്റെ 2ാമത്തെ പുസ്തകത്തിൻ്റെ റിലീസ് ഇന്നാണ് നടക്കുന്നത്. ആഴിയും തിരയും കാറ്റും എന്നാണ് 2ാമത്തെ പുസ്തകത്തിൻ്റെ പേര്. അത് വായിക്കാനായി ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. ആഴിയും തിരയും കാറ്റും എന്ന ഒരു വാക്ക് വരുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതിൽ നിന്നാണ്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും എന്ന ഒരു ശ്ലോകത്തിൽ നിന്ന് വരുന്ന അതെന്താണ് എന്നറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. ഓക്കെ, ഹോപ്പ്ഫുള്ളി ദിസ് ഷുഡ് വർക്ക്. അഗെയിൻ സോറി, ഞാൻ ഒരു പബ്ലിക് സ്പീക്കിംഗ് ഒരു ടെക്നിക്ക് പഠിച്ചിട്ടുണ്ട്. സാധാരണ എവിടെ പോയാലും ആൾക്കാർ ഇങ്ങനെ വെറുതെ മയക്ക് വന്നിട്ട് എന്തെങ്കിലും പറയും. ആൻഡ് യു ആർ നെവർ പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. അപ്പോൾ ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ഫസ്റ്റ് സോറി പറയുക ആൻഡ് താങ്ക് യു പറയുക. താങ്ക് യു ടു എവറിബഡി ഹൂസ് ഹിയർ. അതിന് നന്ദി. പിന്നെ ഈ ചെറിയ പ്രശ്നത്തിനെല്ലാം സോറി. ഇത് നല്ലതായിട്ട് പറഞ്ഞാലേ ദാറ്റ് സ്പീച്ച് ഇസ് ഓവർ. പിന്നെ നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ഇത് വീട്ടിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ കടലിലാണല്ലോ ജീവിതം കൂടുതലും. ഏകദേശം കടലിൽ ഒറ്റയ്ക്കായിരുന്നല്ലോ ഏറെക്കാലം. ഇപ്പോൾ തൊട്ടടുത്ത് കടലുണ്ട്. ഈ കടലിനോട് ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ കടലിനാൽ ഇത്രമേൽ അടുത്ത് കണ്ട ഒരാളെ ഇവിടെ കിട്ടുക എന്ന് പറയുന്നൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയധികം ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അഭിലാഷിന് ഈ കടലിനോട് ഇത്രയധികം ഒരു ഇഷ്ടം തോന്നാനുള്ളൊരു കാരണം എന്താ? ഇത് ചെറുപ്പത്തിൽ എനിക്ക് പുസ്തകം വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അച്ഛൻ നേവിയിലായത് കാരണം ഏറ്റവും അടുത്ത ലൈബ്രറി നേവിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, നേവിയുടെ ക്ലബിലെ ലൈബ്രറി. അവിടുന്ന് പോയി ഏത് പുസ്തകം എടുത്താലും അതിനകത്തൊരു കടലിൽ പോയി ഒരു അഡ്വഞ്ചറുണ്ട്. ട്രഷർ ഐലൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ 2 years ബിഫോർ ദ മാസ്റ്റ്, അങ്ങനത്തെ കുറേ പുസ്തകങ്ങൾ വായിച്ചു. പിന്നെ ജനിച്ച വളർന്നതെല്ലാം തൊട്ടടുത്തായിരുന്നു.
ചെറുപ്പത്തിലൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. അതിനകത്ത് ഒരു 6 ആർമി ഓഫീസേഴ്സ് തൃഷ്ണ എന്ന് പറഞ്ഞ ബോട്ടിൽ ലോകം ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നു. അത് കണ്ടപ്പോഴേ എനിക്ക് കടലിനോട്ട് കുറേ കൂടി ഒരു ആഗ്രഹം വന്ന്. പിന്നെ എപ്പോഴും 7ാം ക്ലാസ് ആയപ്പം ഞാൻ അമ്മേനോട് പോയി പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പോകാൻ പോവുക, ഞാനൊരു ഷിപ്പിൽ കയറാൻ പോവുക. കാരണം വെച്ചാൽ വായിച്ച പുസ്തകത്തിനകത്തെല്ലാം ഇങ്ങനെയാണ്. 14-15 വയസ്സാകുമ്പം പിള്ളേർ വീട്ടിൽ നിന്ന് ഓടിപ്പോവും, ഷിപ്പിൽ കയറും, പിന്നെ അവർക്കൊരു വലിയ അഡ്വഞ്ചറുണ്ട്. അമ്മ പറഞ്ഞ് നീ 10ാം ക്ലാസ് 3 കൊല്ലം കൂടെ വെയിറ്റ് ചെയ്യും, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിനക്ക് നേവി ജോയിൻ ചെയ്യാം. ഞാൻ പിന്നെ ഒരു 2 കൊല്ലം കൂടെ വെയിറ്റ് ചെയ്ത് കുറേ പേര് എതിർത്ത്, അമ്മയും അച്ഛനൊക്കെ എതിർത്ത്, എഞ്ചിനീയറിംഗ് മെഡിസിനൊക്കെ എൻട്രൻസ് കിട്ടിയായിരുന്നു അത് കാരണം. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ നേവി ജോയിൻ ചെയ്യണം. അച്ഛൻ പറഞ്ഞു നിനക്ക് സർക്കാർ ജോലി ചെയ്യണമെങ്കിൽ നീ IAS എഴുതിയിട്ട് പാസ്സായിട്ട് അതിയായി, പക്ഷേ ആദ്യം എഞ്ചിനീയറിംഗ് ചെയ്യും. ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നേവി കയറുന്നത്. പക്ഷേ ഈ കടലിലോട്ട് പോകാനുള്ള ഈ ആഗ്രഹം ഈ പുസ്തകം വായിച്ചിട്ടാണ് വന്നത്. ചെറുപ്പത്തിൽ എൻ്റെ ഫാൻറ്റസി എന്ന് വെച്ചാൽ ഒരു ഷിപ്പിൽ എന്നെ ഒറ്റയ്ക്ക് ഫുൾ എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാ പുസ്തകത്തിനെയും കൂടെ അടച്ചിട്ടിട്ട് കടലിലോട്ട് അങ്ങ് എറിയുവാണെങ്കിൽ ദാറ്റ് വാസ് മൈ ചൈൽഡ്ഹുഡ് ഫാൻറ്റസി. ഏതാണ്ട് ആ ഫാൻറ്റസി ഏറെക്കുറെ യാഥാർത്ഥ്യമായി കഴിഞ്ഞല്ലോ. കാരണം കടലിൽ ഒറ്റയ്ക്ക് കിടന്നു. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. കേരളപ്പിറവി ദിന ആശംസകൾ നേർന്നാണല്ലോ തുടങ്ങിയത്. 2012 നവംബർ 1-ാം തീയതിയാണ് ബോംബെയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും സാഗർ പരിക്രമ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സാഗർ പരിക്രമ 2 ആയിരുന്നു ആദ്യത്തെ സോളോ സർക്കം നാവിഗേഷൻ. അപ്പോൾ അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഈ സാഗർ പരിക്രമ 1-ാം തീയതി 1 നവംബറിന് സ്റ്റാർട്ട് ചെയ്യാൻ അതിൻ്റെ പുറകിൽ ഒരു ചെറിയ കഥയുണ്ട്. 2011 ഏതാണ്ട് എന്നോട് നേവി പറഞ്ഞത് ഒരു നോൺ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, എന്നോട് പറഞ്ഞൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പം ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഇവിടുന്ന് തുടങ്ങിയാൽ കേപ്പ് ഹോൺ മുനമ്പക്കം എപ്പോഴാണ് റൗണ്ട് ചെയ്യുന്നത്, അത് നമ്മൾ ഒരു ജാനുവരി ഫെബ്രുവരിയിലായിരിക്കണം റൗണ്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് അവിടുത്തെ കാലാവസ്ഥ കുറേ കൂടെ മെച്ചമായിരിക്കുന്നത്. അപ്പം അത് വെച്ച് നമ്മൾ പിന്നിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ 1 നവംബറാണ് ഡിപ്പാർച്ചർ ഡേറ്റ് വന്നത്. അത് നേവിനോട് പറഞ്ഞ് നേവി അക്സെപ്റ്റ് ചെയ്ത്. പിന്നെ നമുക്കൊരു അഡ്മിറൽ അവട്ടിയുണ്ട്, മനോഹർ അവട്ടി, 1971 ബംഗ്ലാദേശ് വാറിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വീർ ചക്ര കിട്ടിയ അദ്ദേഹമാണ് സാഗർ പരിക്രമ പ്രൊജക്റ്റ് നേവിയെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിച്ചത്. അപ്പം ഏകദേശം ഒരു മാസം ബാക്കിയുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ചെറിയൊരു പേടി, കേപ്പ് ഹോൺ എത്താനായിട്ട് ലേറ്റ് ആവുമെന്ന്. അപ്പം പറഞ്ഞ് ദശഹര ഏതാണ്ട് 20th ഒക്ടോബറിന് ഏതാണ്ടായിരുന്നു ദശഹരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഇപ്പം ഇങ്ങനെയൊരു റൗണ്ട് വേൾഡ് പോവുകയാണെങ്കിൽ അവസാനത്തെ എല്ലാ മണിക്കൂറും നമുക്ക് പ്രിപ്പറേഷന് വേണം. അപ്പോൾ എല്ലാ മണിക്കൂറും ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ അഡ്മിറൽ ഔട്ടിനോട് പറഞ്ഞിട്ട് അങ്ങനെ തലയിൽ കയറുന്നില്ല. പിന്നെ അങ്ങനെ നേവിനോട് പറഞ്ഞാൽ പിന്നെ നേവി പറയും നീ ദശഹരയ്ക്ക് ഇറങ്ങിക്കോളാം. ദശഹര അങ്ങനെ ഏതാണ്ട് ഒരു ഡേറ്റ് ആയിരുന്നു. ഫൈനലി ഞാൻ എവിടെയെങ്ങാണ്ട് വായിച്ച് 1 നവംബർ കേരള പിറവി ദിനമാണെന്ന്. അപ്പോൾ ഞാൻ അഡ്മിറലിനോട് പറഞ്ഞു സാറേ 1 നവംബർ കേരള പിറവി ദിനമാണെന്ന്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നും വേണ്ടിയില്ല. അങ്ങനെ പറഞ്ഞ് 1 നവംബർ തന്നെ പൊക്കോളാനായിട്ട്. അപ്പം 1 നവംബർ ഞാൻ ഇറങ്ങി. ഇത് കുറച്ച് വിഷ്വൽസ് ആണ് ആദ്യത്തെ സർക്കം നാവിഗേഷൻ്റെ. ഞാൻ കടലിൽ ഏകദേശം 151 ദിവസം ഒറ്റയ്ക്ക് ഈ മാതൈ എന്ന് പറഞ്ഞ പായ്വഞ്ചി കപ്പലുണ്ടായിരുന്നു. കുറേ കൊടുങ്കാറ്റ് കിട്ടി. ഇടയ്ക്ക് വെള്ളം ഓൾമോസ്റ്റ് തീർന്നു പോയി. ഡീസൽ ലീക്കായിട്ട് വാട്ടർ ടാങ്കിൽ പോയിട്ട് പിന്നെ ഒരു 10 ലിറ്റർ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 15 ദിവസത്തേക്ക്. കൊടുങ്കാറ്റ് കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏറ്റവും ആദ്യത്തെ ഷിപ്പ് കാണുന്നത് കേപ്പ് ഹോണിൻ്റെ അടുത്ത് വെച്ച്. തിരിച്ചു വരുന്ന വഴിക്ക് വേറൊരു ഒരു 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 കപ്പലുണ്ട് മൊറീഷ്യസിൻ്റെ അടുത്ത്. അപ്പോൾ ആ കപ്പലിലിരിക്കുന്ന വാച്ച് കീപ്പിംഗ് ചെയ്യുന്ന ഓഫീസർ എന്നോട് ചോദിച്ചു എവിടോട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു ബോംബെക്കാണെന്ന്. അപ്പോൾ ചോദിച്ചു എവിടെ നിന്നാണ് തുടങ്ങിയത്? ഞാൻ പറഞ്ഞു ബോംബെന്നാണ് തുടങ്ങിയത്. പറഞ്ഞല്ലേ ബോംബെക്കല്ലേ പോകുന്നത്? ഞാൻ പറഞ്ഞാൽ ബോംബെക്കാണ് പോകുന്നത്. അപ്പോൾ തുടങ്ങി എവിടുന്ന്? ഞാൻ പറഞ്ഞു ബോംബെന്നാണെന്ന്. അപ്പോൾ അങ്ങേർക്ക് പിന്നെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഞാൻ മൊത്തം കഥ പറഞ്ഞ് 120 ദിവസം ഓൾറെഡി കടലിൽ സ്പെൻഡ് ചെയ്തു. ഒരിടത്ത് നിർത്താതെ കുറേ കൊടുങ്കാറ്റെല്ലാം നേരിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയെന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം കേട്ടപ്പോൾ ആ സെയിലർ, ഷിപ്പിലെ വാച്ച് കീപ്പർ പറയുക എടാ എനിക്കും നിൻ്റെ പ്രായമാണ്, 33 വയസ്സാണ്, ഞാനും സെയിലറാണ്, എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കൊരു ഭാര്യയുണ്ട്. അത് കൊള്ളാമല്ലോ. ഈ 151 ഡേയ്സ് ഓഫ് സോളിറ്റ്യൂഡ് എന്നതിനെ പറയാമോ ഈ ഒരു ഇതിനെ? പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചു വീണ്ടും കരയിലേക്കല്ലേ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ കടലും കരയും തമ്മിലുള്ള ഈ ഒരു വ്യത്യാസത്തെ, ഇത്രയും ദിവസം കടലിൽ ജീവിച്ചിട്ട് തിരിച്ച് കരയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? കുറേ ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെല്ലാം വിചാരിക്കുന്ന ഒറ്റയ്ക്ക് ലോകം ചുറ്റി കറങ്ങുന്നത് ഭയങ്കര വലിയൊരു ഡിഫിക്കൾട്ട് അഡ്വഞ്ചറാണെന്ന്. പക്ഷേ അതിലും ഡിഫിക്കൽട്ടായ വേറൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്.
5 മാസം ആരോടും സംസാരിക്കാതെ ഇരുന്നിട്ട് കരയിൽ വന്ന് കാല് കുത്തുമ്പോഴത്തേക്ക് എന്നോട് പറയുന്നത് സ്പീച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ എന്നെ റിസീവ് ചെയ്യാൻ വന്ന ആരാണ്? ഇന്ത്യയുടെ പ്രസിഡൻറ്റ്, നേവിയുടെ ചീഫ്, മഹാരാഷ്ട്രയുടെ ഗവർണർ, പിന്നെ ഒരു 1000 ആൾക്കാരും അവിടെ കൂടെ ഇരിപ്പുണ്ട്. ഇവരെ എല്ലാവരുടെയും മുന്നിൽ സ്പീച്ച് കൊടുക്കണം. 5 മാസം ആരോടും സംസാരിക്കാതെ ഇരുന്നിട്ടാണ്. അപ്പോൾ ഇവിടെ വന്ന് സ്പീച്ച് കൊടുത്ത് ഞാൻ എല്ലാവർക്കും താങ്ക് യു പറഞ്ഞ്, സോറി പറഞ്ഞില്ല, എല്ലാവർക്കും താങ്ക് യു പറഞ്ഞ് എങ്ങനെയാണ് സ്പീച്ച് അവസാനിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ പ്രസിഡൻ്റ് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ പ്രസിഡൻ്റ് അടുത്തോട്ട് ഒന്ന് മോഹൻ ടേൺ ചെയ്തിട്ട് ചോദിച്ചു, സർ ക്യാൻ ഐ ഗോ ഫോർ 1 more റൗണ്ട് പ്ലീസ്? അപ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി, പ്രസിഡൻറ്റും ചിരിക്കുകയായിരുന്നു. പക്ഷേ ഐ വാസ് സീരിയസ് അബൌട്ട് ഇറ്റ്. ആ ഒരു രണ്ടാമത്തെ യാത്രയായിരുന്നല്ലോ 2018 ഗോൾഡൻ ഗ്ലോബ് റേസ്. അഭിലാഷ് ടോമി സാഗർ പരിക്രമ 2 ഫിനിഷ് ചെയ്ത് വന്നത് അറിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ 2018 അഭിലാഷ് ടോമിക്ക് ഇന്ത്യൻ ഓഷനിൽ വെച്ചിട്ടുണ്ടായൊരു ആക്സിഡൻറ്റിനെ കുറിച്ച് അറിഞ്ഞു. അതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ഒന്നുകൂടെ ഒന്ന് പറയാമോ? സുനീഷ് പറഞ്ഞൊരു കാര്യം ഐ ജസ്റ്റ് ക്യാച്ച് ഹിം ഹിയർ. ഞാൻ ലോകം ചുറ്റി കറങ്ങിയ കാര്യം അറിഞ്ഞത് എങ്ങനെയാണ്? പ്രസിഡന്റ് റിസീവ് ചെയ്തപ്പം. 2018 പിന്നെ ഒരു റേസിന് പോയ കാര്യം അറിഞ്ഞത് എങ്ങനെയാണ്? ആക്സിഡൻറ്റ് കാരണം. ഇങ്ങനെയൊക്കെ സംഭവിക്കത്തില്ലെങ്കിൽ ആർക്കും അറിയത്തില്ല എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന്. 2018 ഈ പ്രസിഡന്റ് മുന്നിൽ സ്പീച്ച് കൊടുത്തു. അത് കാരണം ഞാൻ പിന്നെ ഒരു എന്നെ എക്സ്ക്യൂസ് തേടുകയായിരുന്നു ഒന്നുകൂടെ കടലിലോട്ട് പോകാനായിട്ട്. അപ്പോഴാണ് ഈ ഗോൾഡൻ ഗ്ലോബ് റേസ് അനൗൺസ് ചെയ്തത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതിനധികം പണം വേണ്ട, ഏതാണ്ട് ഒരു 4 കോടി ഏതാണ്ട് മതിയായിരുന്നു. ബാക്കി റൗണ്ട് വേൾഡ് റേസിന് കുറഞ്ഞ ഒരു 60 കോടി ഏതാണ്ട് വേണം. അപ്പോൾ ഞാൻ എൻ്റെ പേര് കൊടുത്തു. അവർ ഇമ്മീഡിയറ്റ്ലി എന്നെ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഇവിടെ ഇന്ത്യയിലൊരു ബോട്ട് ബിൽഡ് ചെയ്ത് എന്നിട്ടത് മറ്റേ ഫ്രാൻസിൽ കൊണ്ട് അവിടുന്ന് റേസ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇതൊരു 32 അടി നീളമുള്ള ബോട്ട്. സാഗർ പരിക്രമ 2 എന്ന് വെച്ചാൽ 56 അടി നീളമുള്ള ബോട്ട്. അപ്പോൾ ഇതിൽ കുറേ വ്യത്യാസമുണ്ട്. ഇത്രയും സൈസുള്ള വലിയ ബോട്ട്, അതിനകത്ത് എല്ലാ ഇലക്ട്രോണിക്സ് എല്ലാം ഉണ്ട്. പക്ഷേ ഈ ചെറിയ ബോട്ടിനകത്ത് സൈസ് കുറവാണ്. ഒരു കൊടുങ്കാറ്റ് വന്നാൽ അത്രയ്ക്കും പാടാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. പിന്നെ ഇതിനകത്ത് സൈസ് കുറവായത് കാരണം അധികം സാധനമൊന്നും കൊള്ളത്തില്ല. പിന്നെ ടെക്നോളജി ഒന്നുമില്ല. ഞാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത്, എല്ലാവരും എന്നെ എഴുതി തള്ളി. അവർ പറഞ്ഞു ഇവൻ്റെ ബോട്ടിൻ്റെ ഡിസൈൻ ബാക്കി ബോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ കുറഞ്ഞ ഒരു 50-60 എല്ലാം പഴയതാണ്. അത് കാരണം ഇവൻ കുറഞ്ഞ 320 ദിവസം എടുക്കും റേസ് ഫിനിഷ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ളവർ 220 ദിവസത്തിനകത്ത് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഓൾറെഡി ആൾക്കാരങ്ങനെ പറഞ്ഞു തള്ളി. പക്ഷേ 82 ദിവസം റേസ് കഴിഞ്ഞപ്പം, ഇത് ഞാൻ ലൊക്കേഷൻ കാണിച്ചു തരാം, ഞങ്ങൾ ഇവിടെയായിരുന്നു. ഒരു വൈറ്റ് ഡോട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അത് സൗത്ത് ആഫ്രിക്കയുടെയും ഓസ്ട്രേലിയയും അതിൻ്റെ നടുക്കായിട്ടൊരു സ്പോട്ടാണ്. ഏറ്റവും അടുത്ത കോണ്ടിനെൻറ്റ് അന്റാർട്ടിക്ക, അതാണ്ട് 2000-3000 കിലോമീറ്റർ ദൂരെയാണ്. ഈ സ്പോട്ടിലെത്തിയപ്പം ഞാൻ 3ാമത്തെ പൊസിഷനിലായിരുന്നു. പിന്നെ നമ്പർ 2 ഒരു റഫ്ലി 100 മൈൽസ്, ഒരു 200 കിലോമീറ്റർ, എന്ന് വെച്ചാൽ ഒരു ഹാഫ് എ ഡേ സെയിലിംഗ് അഹെഡായിരുന്നു. ഇവിടെയാണ് ഒരു വലിയ കൊടുങ്കാറ്റ് വന്നത്. ഇതാ കൊടുങ്കാറ്റിൻ്റെ ഒരു വെതർ പിക്ചർ ഗ്രാബ് ചെയ്തത്. ഈ കൊടുങ്കാറ്റിൽ 3 ബോട്ട് പെട്ട്. ഇതിനകത്ത് ഏതാണ്ട് 150-200 കിലോമീറ്ററിൻ്റെ സ്പീഡിലാണ് കാറ്റ് വന്നത്. ഇതിനേക്കാളും കുറെ കൂടെ ചെറിയൊരു കൊടുങ്കാറ്റ് 2021 നമ്മുടെ ബോംബെയുടെ അടുത്തൂടെ പോയപ്പം 55 പേര് മരിച്ചു. അപ്പോൾ ഇത് അതിലും വലിയൊരു കൊടുങ്കാറ്റായിരുന്നു. തിരയുടെ പൊക്കം എന്ന് വെച്ചാൽ ഒരു 20 മീറ്റർ ഏതാണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് നമുക്കൊന്നും ഭയങ്കര ലൈറ്റായ സാധനമാണ്. പക്ഷേ ഒരു ക്യൂബിക് മീറ്റർ വാട്ടർ അതിന് 1 ടണ്ണിൻ്റെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ 20 മീറ്റർ പൊക്കമുള്ള തിരയ്ക്ക് കുറഞ്ഞ ഒരു 50 മീറ്റർ വീതി കാണും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി എത്ര ടൺ വെള്ളം ഇങ്ങനെ വന്ന് അടിക്കുന്നെന്ന്. അങ്ങനത്തെ ഒരു തിര അടിച്ചപ്പോൾ എൻ്റെ ബോട്ട് ക്യാപ്സൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടേൺ ചെയ്ത് അപ്സൈഡ് ഡൗൺ ആയി തിരിച്ചു വന്ന്. അപ്പോൾ ഈ അപ്സൈഡ് ഡൗൺ ആയപ്പോഴത്തേക്ക് ഞാൻ ബോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ആ പുറയിലൊരു കൊടിമരമുണ്ട്, അതിനങ്ങ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പക്ഷേ സ്ലിപ്പായി അങ്ങ് അറ്റത്തെത്തി. ഞാൻ അണ്ടർ വാട്ടർ, വെള്ളത്തിന് താഴെ ഇങ്ങനെ പ്രസ്സായി കിടക്കുക ഒരു 3-4 സെക്കൻഡ്. അപ്പോൾ ഒരു മനസ്സിലൊരു തോന്നൽ വന്ന് ഈ കൈ അങ്ങ് വിട്ടാലേ എല്ലാം ഇവിടെ അവസാനിപ്പിക്കാവുന്നത്. പക്ഷേ വിടാൻ തോന്നിയില്ല. ബോട്ട് നേരെയായി. 1 സെക്കൻഡ് ഇങ്ങനെ നേരെയായപ്പോൾ ഞാൻ 9 മീറ്റർ ആ കൊടിമരത്തിൻ്റെ മേളിൽ. അവിടുന്ന് സ്ലൈഡ് ചെയ്ത് താഴെ വന്നാൽ മതി. പക്ഷേ എൻ്റെ ഇടത്തെ കൈ ഉടക്കി, ഒരു സ്റ്റീൽ വയർ റോപ്പിൽ ഇങ്ങനെ ഉടക്കി. അത് ശരിക്കും വാച്ചായിരുന്നു. വാച്ചിൻ്റെ സ്ട്രാപ്പ് ഉടക്കിയതാണ്. അപ്പം ഇങ്ങനെ ഉടക്കി കിടക്കുമ്പം അടുത്ത മനസ്സിൽ ചിന്ത വരിക, ഇങ്ങനെ കിടക്കുവാണെങ്കിൽ പിന്നെ 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് വല്ലവരും എൻ്റെ ശരീരം ഇങ്ങനെ ഒരു എന്നെ ഫ്ലാഗ് ഇങ്ങനെ ഫ്ലട്ടർ ചെയ്യുന്ന പോലെ അവിടെ കിട്ടുമെന്ന് ആർക്കെങ്കിലും. അപ്പോഴാണ് ഈ വാച്ചിൻ്റെ സ്ട്രാപ്പ് പൊട്ടിയത്. സ്ട്രാപ്പ് പൊട്ടിയിട്ട് ഞാൻ താഴോട്ട് വീണ്.
താഴോട്ട് വീഴുന്ന ഒരു അലൂമിനിയത്തിൻ്റെ ഒരു പോളുണ്ട്, ബൂമെന്ന് അതിനെ പറയുന്നത്. അതിലോട്ട് ഇങ്ങനെ ബാക്ക് ഇടിച്ച് വീണ് പിന്നെ ഡെക്കി വീണ് കൊടുങ്കാറ്റ് നടക്കുക. അവിടുന്ന് പിന്നെ ഞാൻ എഴഞ്ഞകത്ത് കയറി മുട്ടുകുത്തി കുറേ പണി തീർത്തു. അവിടെ എല്ലാം എന്ന് വെച്ചാൽ ഗ്യാസ് ലീക്ക്, ഡീസൽ ലീക്ക്, ചാട്ടെല്ലാം വെള്ളത്തിനടിയിൽ, പിച്ചാത്തിയും ടൂൾസ് അതെല്ലാം എല്ലായിടത്തും ഇട്ട് വെച്ചാൽ സ്പ്രെഡ് ഓൾ ഓവർ ദ പ്ലേസ്. അതെല്ലാം എടുത്ത് പെറുക്കി വെച്ച് അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ കൊളാപ്സായി. പിന്നെ അവർ ചിലപ്പം ബാക്കിൻ്റെ സ്പാസം ആയിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തു, വജ്രാസനിലൊക്കെ ഇരുന്ന് സ്ട്രെച്ച് ചെയ്ത് പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ നോക്കി, പിന്നെയും കൊളാപ്സായി. മൂന്നാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്ത് കൊളാപ്സ് ആയപ്പോൾ ഞാൻ ഓർത്ത് ഇനിയും ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ എഴഞ്ഞിട്ടൊരു ബങ്കിൽ കയറി അങ്ങ് കിടന്ന്. എന്നിട്ട് എൻ്റെ അടുത്തൊരു സാറ്റലൈറ്റ് ഡിവൈസ് ഉണ്ടായിരുന്നു. അതിൽ ഞാനൊരു മെസ്സേജ് അയച്ചു, റോൾഡ്, ഡിസ്മാസ്റ്റഡ്, സിവിയർ ബാക്ക് ഇഞ്ചുറി, കനോട്ട് ഗെറ്റ് അപ്പ്, ഇത്രയും എഴുതിയുള്ളൂ. അപ്പോൾ അത് അങ്ങനെയാണ് ആ സ്റ്റോറി തുടങ്ങുന്നത്. അതെ, ആ സ്റ്റോറി തുടങ്ങുന്നേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ തന്നെ അതിൻ്റെ ബാക്കിയൂടെ കേൾക്കണമെന്നുണ്ട്. പിന്നീടുള്ള റെസ്ക്യൂ എങ്ങനെയായിരുന്നു? ഞാൻ ഈ മെസ്സേജ് അയച്ചപ്പം ഇമ്മീഡിയറ്റ്ലി അവർ പറഞ്ഞതെന്നു വെച്ചാൽ ബീക്കൺ ആക്ടിവേറ്റ് ചെയ്യണമെന്ന്. ഇപ്പം ബീക്കൺ ബോട്ടിൻ്റെ അപ്പുറത്തെ വശത്ത് ഒരു പൊക്കത്തില്ല, ഒരു ഹൈറ്റിലാണ്. അടുത്ത ദിവസം ഞാൻ എഴുന്നേറ്റ് നിന്ന് ആ ബീക്കൺ ഊരി ആക്ടിവേറ്റ് ചെയ്ത് അതെൻ്റെ ബങ്കിലോട്ട് എറിഞ്ഞിട്ട് പിന്നെ എഴിഞ്ഞ് അവിടെ വന്ന് അങ്ങ് കിടന്ന് ഭയങ്കര ഇക്കിളെടുക്കുമായിരുന്നു. അപ്പോൾ ഇക്കിളെടുത്ത് ഇങ്ങനെ കിടന്ന് ഇക്കിളെടുക്കുമ്പോൾ നോൺ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ 24 മണിക്കൂർ ഇക്കിളെടുത്തുകൊണ്ടിരിക്കുക. ഇവിടുന്ന് വയറ് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആസിഡ് ഇങ്ങനെ മുകളിലോട്ട് അടിക്കും. അടിച്ചടിച്ചടിച്ച് നെഞ്ചങ്ങ് എരിയാൻ തുടങ്ങി. ഇക്കിള് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അങ്ങൊന്ന് ഛർദ്ദിച്ചു ഒരു പ്രാവശ്യം. ആ ഛർദ്ദിച്ച കാരണം സഡൻലി ഒരു 30 മിനിറ്റ് വേണ്ടിയിട്ട് ആ ഇക്കിളങ്ങ് നിന്ന്. അപ്പം അങ്ങനെ ഒരു അരമണിക്കൂർ ഉറങ്ങി. അപ്പം ഒരു കോറിലേഷൻ കണ്ട്, ഞാൻ ഛർദ്ദിച്ചാൽ എനിക്ക് ഇക്കിള് നിൽക്കും, ഉറങ്ങാൻ പറ്റുന്നത്. ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങി. അപ്പം പിന്നെയും ഉറങ്ങാൻ തോന്നിയപ്പോൾ ഞാൻ ഒന്നങ്ങ് ഛർദ്ദിച്ചു, ഇക്കിള് നിന്ന് പിന്നെയും ഉറങ്ങി. മൂന്നാമത്തെ പ്രാവശ്യം ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വയറ്റിലൊന്നുമില്ല. നമുക്ക് ഛർദ്ദിക്കാൻ എന്തെങ്കിലും വേണ്ട, ഇല്ലെങ്കിൽ ബയലും രക്തമാണ് ഛർദ്ദിക്കുന്നത്. അപ്പം വയറ്റിൽ എന്തെങ്കിലും വിടാനായിട്ട് ഞാൻ ബങ്കിൽ നിന്ന് എഴിഞ്ഞിട്ട് കുറച്ച് ഐസ് ടീ എടുത്ത് അത് കുടിച്ച് ഛർദ്ദിച്ചാണ് പിന്നെ അടുത്ത 4 ദിവസം കഴിച്ചു കൂട്ടിയത്. ഇതിൻ്റെ ഇടയ്ക്ക് നേവിയുടെ 2 വിമാനം, ഒന്ന് ഓസ്ട്രേലിയൻ നേവിയുടെ ഒന്ന് ഇന്ത്യൻ നേവിയുടെയും, പിന്നെ 2 ഷിപ്പ് ബാലറട്ടും സത്പുരയും ഇവരെല്ലാം ഡിസ്പാച്ച് ചെയ്തു. എൻ്റെ തൊട്ടടുത്ത കോമ്പറ്റീറ്റർ ഗ്രെഗർ മെക്കക്കിൻ എഴഞ്ഞ് എൻ്റെ പൊസിഷനിലോട്ട് വരാൻ തുടങ്ങി. പിന്നെ ഒരു ഫ്രഞ്ച് ഫിഷറീസ് പെട്രോൾ വെസൽ അവരും എൻ്റെ അടുത്തോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഓസ്ട്രേലിയൻ പ്ലെയിൻ എടുത്ത പടമാണിത്. ഇത് വിമാനം എടുത്ത ചിത്രമാണ്. വിമാനം എടുത്ത ചിത്രമാണ്. ഈ ചിത്രത്തിനകത്ത് എൻ്റെ ബോട്ടുണ്ട്. എവിടെയാണെന്നറിയോ? അതാ ബോട്ട്. ബോട്ട് ഇങ്ങനെയായിരുന്നു. ശരിക്കും ഇതിനുള്ളിലാണ് ആ സമയത്ത് കിടന്നത്. ആണ്, ഞാനകത്ത് കിടക്കുക, കൊടുങ്കാറ്റ് നിൽക്കുന്നില്ല. ബോട്ട് പിന്നെയും കുറേ പ്രാവശ്യം ഇങ്ങനെ മറിയൊക്കെ ചെയ്ത്. പക്ഷേ എൻ്റെ കമാൻഡിങ് ഓഫീസർ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, ടെൻഷൻ എടുക്കരുത്, ടെൻഷൻ കൊടുക്കണം. അപ്പം ഞാൻ ടെൻഷനില്ലാതെ കിടക്കുകയായിരുന്നു. ബാക്കി എല്ലാവരും ടെൻഷൻ അടിച്ച് എന്നെ നോക്കി വരിക. ഈ ഒരു പെട്രോളിംഗ് വെസലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഫിഷിംഗ്, അവരാണോ വന്നിട്ട് റെസ്ക്യൂ, അങ്ങനെയല്ലേ പറയുക? ഫൈനലി 4-ാമത്തെ ദിവസം എന്ന് വെച്ചാൽ 71 മണിക്കൂർ കഴിഞ്ഞപ്പം ഈ ഫ്രഞ്ച് ഫിഷറീസ് പെട്രോൾ വെസലുണ്ട്, ഒസൈരസ് എന്ന് പറഞ്ഞ്, അവരാണ് വന്നെന്നെ പിക്ക് ചെയ്തത്. Faut que ça continue d'abord et puis on est toujours content de rendre service et puis voilà. Et qui avait chaviré plus de 3 fois. Il y avait des affaires partout, les planchers avaient volé. Il était conscient, donc quand je suis rentré, donc on a dû le brancarder et ensuite le sortir. Il y avait. Est-ce que je me sens comme un héros? Non, pas un héros, mais on va dire que c'est. Je suis content d'avoir réussi. ഇത് ഞാൻ ബോട്ടിനുള്ളിൽ കിടക്കുന്ന, ഞാൻ ഇങ്ങനെ 71 മണിക്കൂർ കിടക്കുകയായിരുന്നു. ഒന്നും കഴിക്കാനില്ല, കുടിക്കാൻ വെള്ളമില്ല, ഐസ് ടീയുടെ 4 ക്യാനുണ്ട്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 32 അടി നീളമുള്ള ബോട്ടെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ഒരു സ്റ്റേജിൻ്റെ അത്രയും പോലും നീളം ശരിക്കും അതിൻ്റെ ഉള്ളിൽ വരുന്നില്ല. ഇല്ലില്ല, അത് പുറത്തെ നീളം 32 അടി, അകത്തെന്ന് വെച്ചാൽ ഒരു ജയിലിനേക്കാളും ചെറുത്. അപ്പോൾ അതിലൊരു ചെറിയ പെട്ടിക്കകത്ത്, മൂടി വെച്ചൊരു പെട്ടിക്കകത്ത് കിടക്കുന്നത് പോലെയാണ്. ഇതുപോലെ കടലിൽ വെറുതെ സ്റ്റേബിളായിട്ടുള്ളൊരു സ്ഥലമല്ല, ഇളകി മറിയുന്നൊരു കടലിൽ ഈ നടുവനക്കാൻ മേലാതെ 71 മണിക്കൂർ. ഒരു ഭൂമികുലക്കത്തിനകത്ത്, ഭൂമികുലക്കം 50 സെക്കൻഡ് കൂടുതൽ, 1 മിനിറ്റ് കൂടുതൽ നിൽക്കാത്ത ഒരു സാധനമാണ്. ഒരു ഭൂമികുലത്തിനകത്ത് കണ്ടിന്യൂസ്ലി അതിനകത്ത് കിടക്കുക.
ഞാൻ ആദ്യം ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ സമാനതകളില്ലാത്ത ആളാണ്, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിന് ശേഷമുള്ള റെസ്ക്യൂ ഒന്ന് പറയുമോ, ഇതിൻ്റെ ഒരു ബാക്കിയൂടെ കേൾക്കണം. അപ്പോൾ ഈ ഷിപ്പ് എന്നെ അവരൊരു ബോട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത്, അത് വിഷ്വൽസിൽ കണ്ടായിരിക്കും. ആ ബോട്ടിനെ ഒസൈരിസ് ക്രെയിൻ വെച്ച് പിക്ക് ചെയ്തു. തൊട്ടടുത്ത ഒരു ഐലൻഡ് ഉണ്ട്, ഇലേ ആംസ്റ്റർഡാം എന്നും പറഞ്ഞ്, അവിടെ കൊണ്ടുപോയി. ആംസ്റ്റർഡാമിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഡോക്ടർ വന്നിട്ട് ഒരു നല്ല മോർഫീൻ്റെ ഇഞ്ചക്ഷൻ തന്ന്, എന്നിട്ട് എന്നെ പിന്നെയും ക്രെയിനിൽ പൊക്കിയിട്ട് ഒരു ബോട്ടിലോട്ട് ഇറക്കി. ബോട്ട് പിന്നെ ജെട്ടിയുടെ അടുത്ത് വന്ന് പിന്നെ ഒരു ക്രെയിൻ വെച്ച് എന്നെ പൊക്കി. എന്നിട്ട് പിന്നെ ഒരു 5-6 പേര് കൂടിയിട്ട് സ്ട്രെച്ചറിൽ എന്നെ അവിടെ ഒരു ചെറിയ മെഡിക്കൽ ബേ ഉണ്ട്, ആ ക്ലിനിക്കിൽ കൊണ്ടുപോയി. അവിടെ എന്നിട്ട് ഈ 6-7 പേര് എന്നെ ഒരു ബെഡ്ഷീറ്റിൽ എടുത്തിട്ട് ഇങ്ങനെ ചെരിക്കുക, എൻ്റെ സ്പൈനിൻ്റെ ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് എക്സ്റേ എടുക്കാനായിട്ട്. അതിൽ അവർക്കൊന്നും പ്രശ്നം കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് തന്നെ ഈ ഒരു ബെഡിൽ കൊണ്ടങ്ങ് കിടത്തി. ഈ ബെഡിൽ ഞാൻ 3 ദിവസം കിടന്ന് IV അത് ഇത് ഇക്കിള് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അത് നിൽക്കുന്നില്ല, അത് ഈ ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇക്കിള് നിൽക്കുന്നില്ല. അപ്പം ഉറക്കവും മോശമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് നടക്കാൻ പോകണമെന്ന്. എന്നിട്ട് ഞാൻ എങ്ങനെയെങ്ങാണ്ട് എഴുന്നേറ്റ് ഈ ക്രച്ച് പിടിച്ച് നടന്ന് ചെരുപ്പൂരി ഈ പുല്ലിക്കൂടെ ഒന്ന് നടന്നു നോക്കി. എന്നാ രസമായിരുന്നു. ഈ പുല്ലിക്കൂടെ നടക്കുന്നതിന് 2 ആഴ്ച മുമ്പ് എനിക്കൊരു സ്വപ്നം വന്നായിരുന്നു. സ്വപ്നത്തിൽ ഞാൻ ചെരുപ്പിടാതെ പുല്ലിക്കൂടെ നടക്കുക, പുല്ലിൽ കുറച്ച് മഞ്ഞും വെറ്റ് ഗ്രാസിൽ നടക്കുക. അപ്പോൾ ആ സ്വപ്നം ഇറ്റ് ജസ്റ്റ് കെയിം ട്രൂ ദെയർ. ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്. അവിടെ നിന്ന് ഇലേ ആംസ്റ്റർഡാമിൽ നിന്ന് പിന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യൻ നേവി അല്ലേ അവിടെ നിന്ന് ആണ്. അപ്പം ബാലറേറ്റ് അവിടെ എത്തി. 21 സെപ്റ്റംബറാണ് ആക്സിഡൻറ്റ് നടന്നത്. 24-ാം തീയതിയാണ് എന്നെ റെസ്ക്യൂ ചെയ്തത്. 27-ാം തീയതി ബാലറേറ്റ് എത്തി. 28-ാം തീയതി സത്പുര എത്തി, ഇന്ത്യൻ ഷിപ്പ്. സത്പുര ഒരു ഹെലികോപ്റ്റർ അയച്ച് എന്നെ ഹെലികോപ്റ്ററിനകത്ത് ഇട്ടിട്ട് സത്പുര വരെ കൊണ്ടുപോയി. അപ്പോൾ ഹെലികോപ്റ്റർ എന്ന് വെച്ചാൽ ചേതക് എന്ന് പറഞ്ഞൊരു ഹെലികോപ്റ്റർ, ചെറിയൊരു ഹെലികോപ്റ്റർ. നമ്മുടെ കേരളത്തിൽ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോഴത്തേക്ക് ഹെലികോപ്റ്റർ കുറേ പേരെ റെസ്ക്യൂ ചെയ്തതാണ്. എന്നോട് പറഞ്ഞ് ഇരുന്ന് വരാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞ് ആ റിസ്ക് എടുക്കുന്നില്ല, ഞാൻ കിടന്ന് വരാമെന്ന്. അപ്പോൾ എന്നെ സ്ട്രെച്ചറിൽ കിടത്തിയപ്പം ഈ ഹെലികോപ്റ്ററിൻ്റെ വീതി കുറവായത് കാരണം എൻ്റെ കാലും പുറത്താ തലയും പുറത്താ. പിന്നെ എന്നെ കെട്ടി വെക്കാൻ സ്ട്രാപ്പൊന്നുമില്ല കേട്ടോ, വെറുതെ കിടക്കുക. ഇതിന് പിന്നെ ഡോറൊന്നുമില്ല, ഈ ഹെലികോപ്റ്ററിന് ഡോറൊന്നുമില്ല. അപ്പോൾ എൻ്റെ തല പുറത്താ. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കി, 5000 അടി, തണുത്ത കാറ്റ്, പിന്നെ എപ്പോഴാണ് സ്ലിപ്പാകാൻ പോകുന്നത് ഒരു ഐഡിയ ഇല്ല. ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഈ 10 മിനിറ്റിൻ്റെ ഫ്ലൈറ്റിൽ ഞാൻ ഷിപ്പിലെത്തിയപ്പം എൻ്റെ 2 കണ്ണിനും കാലിൻ്റെ എല്ലാ വിരലിനും ഫ്രോസ്റ്റ് ബൈറ്റ്. തണുപ്പ് നമുക്ക് അറിയാത്തൊരു കാര്യമാണ്, പക്ഷേ ഫ്രോസ്റ്റ് ബൈറ്റ് അടിച്ചാൽ ഈ വിരലൊക്കെ ഓരോന്നോരോന്ന് അങ്ങ് പൊഴിഞ്ഞു പോകും. ഈ മൊത്തം വിരൽ കറുത്തിട്ട് അതിൻ്റെ ബ്ലഡ് ഫ്ലോ നിന്നിട്ട് അങ്ങ് പൊഴിഞ്ഞു, അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് കണ്ണിൻ്റെ പെട്ടെന്ന് മാറി, കാലിൻ്റെ വിരലിൻ്റെ നഖമൊക്കെ നഖം മാത്രമേ പൊഴിഞ്ഞു പോയുള്ളൂ. പിന്നെ ഷിപ്പിലെത്തി ഡോക്ടർ പരിശോധിച്ച് നോക്കി, നട്ടിലൊരു മുഴ ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു ഈ മുഴ നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യ വരെ എത്താനായിട്ട് 10 ദിവസം എടുത്ത്. ഇതിനകത്ത് പിന്നെ ഇടയ്ക്ക് ഞാൻ നടക്കാൻ തുടങ്ങി. നടക്കാൻ പോകുമ്പോഴത്തേക്ക് ഷിപ്പ് 4 പേരെ ഡെപ്യൂട്ട് ചെയ്യും, 2 പേര് പുറകിലും 2 പേര് മുന്നിലും. ഞാൻ വീണ പിടിക്കാനായിട്ട് 29 സെപ്റ്റംബറിന് എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഷിപ്പിൽ നിന്നൊരു സാറ്റലൈറ്റ് കോൾ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കുറച്ചുകൂടെ ധൈര്യം വന്നപ്പോഴത്തേക്ക് ഷിപ്പിൻ്റെ ബ്രിഡ്ജിൽ പോയി. ഇപ്പം ബ്രിഡ്ജെന്ന് വെച്ചാൽ ഒരു 15-20 മീറ്റർ ഉയരത്തിലാണ്. അവിടുന്ന് കടലിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ വിൻഡോയിൽ കൂടെ നോക്കുമ്പം TV കാണുന്ന പോലെയാണ്. ആ അടുപ്പമില്ല, ഒരു ചെറിയ ബോട്ടിൽ പോകുമ്പോൾ വരുന്ന അടുപ്പമില്ല. പിന്നെ മൊത്തം എയർ കണ്ടീഷനൊക്കെയാണ്. പിന്നെ കുറച്ചുകൂടെ ധൈര്യം വന്നപ്പോൾ ഞാൻ പുറത്ത് പോയി കുറച്ച് സൂര്യപ്രകാശമൊക്കെ എടുത്ത് അകത്ത് വന്ന്. 6 ഒക്ടോബർ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് 16 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ത്യ വരുന്നത്. ഇന്ത്യ വരുമ്പം എൻ്റെ അങ്കിൾ, അമ്മാവൻ ജോണി അങ്കിള്, എൻ്റെ അച്ഛൻ, ഇവർ 2 പേരും വിശാഖപട്ടണത്ത് വന്ന് എന്നെ കാണാനായിട്ട്. ഞാൻ ഷിപ്പിൽ നിന്ന് ഇറങ്ങുമ്പം നടന്നാണ് ഇറങ്ങുന്നത്. കാരണം വെച്ചാൽ ഞാൻ തീരുമാനിച്ചത് സ്ട്രെച്ചറിലാണ് ഷിപ്പിൽ നിന്ന് പോകുന്ന ഞാൻ നടന്നായിരിക്കുമെന്ന്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഹമ്പ് കാണാമല്ലോ ബാക്കിൽ, അത് ആക്സിഡൻറ്റ് എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടുന്ന് പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടേഴ്സ് ആദ്യം ഒരു പരിശോധന നടത്തി. എന്നെ ഒരു ബെഡിൽ കിടത്തിയിട്ട് കാല് പൊക്കാൻ പറഞ്ഞു, അത് ചെയ്ത്. പിന്നെ കാലിങ്ങനെ മുന്നിലോട്ടും പുറകിലോട്ടും വലിക്കാൻ പറഞ്ഞു, അതും ചെയ്ത്. കാല് പുറത്തോട്ട് പുഷ് ചെയ്യുക, അകത്തോട്ട് പുഷ് ചെയ്യുക, അതെല്ലാം ചെയ്ത്. അവരിപ്പോൾ എൻ്റെ ലെഗിൻ്റെ സ്ട്രെങ്ത്ത് നോക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് സിറ്റപ്സ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ മിലിറ്ററി സ്റ്റൈലിൽ സിറ്റപ്സും ചെയ്ത്.
അത് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് എൻ്റെ സ്പൈൻ താഴെ മുകളിലോട്ട് ഇങ്ങനെ പഞ്ച് ചെയ്ത് വേന എടുക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇവിടെ ചെറുതായിട്ട് വേനയുണ്ട്. എന്നാൽ ഒരു MRI ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ MRI മെഷീനകത്തിട്ട് അവിടുന്ന് പുറത്ത് വന്നപ്പോഴാണ് അറിയുന്നത് 4 ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒന്നുകൂടെ വീണാൽ പെർമനൻ്റ്ലി ആക്ച്വലി പാരലൈസ്ഡ് ആവും, നീ ബെഡിൽ കിടന്നാൽ മതി, എന്നേലും ചെയ്താൽ ഞങ്ങളൊന്ന് ക്ലീൻ ചെയ്തോളാം, പക്ഷേ ടോയ്ലറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല, എല്ലാം കിടന്ന് ചെയ്താൽ മതി എന്ന്. ഈ അതുവരെ അറിയുന്നില്ല ശരിക്കും നടുവിന് ഇത്രയും ഗുരുതരമായൊരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ ഓർത്ത് ചിലപ്പം ഇവിടെ പിന്നെ നമ്മുടെ കേരള ആയുർവേദത്തിൽ വല്ലതും പോയിട്ട് തിരുമ്മിയാൽ പോകുന്ന പ്രശ്നമാണെന്ന്. പിന്നീട് എന്താ സംഭവിച്ചത് ശരിക്കും MRI എടുത്തതിന് ശേഷം? അത് കഴിഞ്ഞിട്ട് നേവി എന്നെ തീരുമാനിച്ചെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡോക്ടറിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വിടാമെന്ന് പറഞ്ഞു. അത് ഡൽഹിയിൽ എയർ കൊമഡോർ ശ്രീധറായിരുന്നു. എന്നെ ഒരു സ്പെഷ്യൽ പ്ലെയിനിൽ എന്നെ ഡൽഹി വരെ എത്തിച്ച് 7-ാം തീയതി CT സ്കാൻ ഉണ്ടായിരുന്നു വൈകുന്നേരം. അടുത്ത ദിവസം അപ്പോൾ എൻ്റെ ആൻറ്റി ലില്ലി ആൻറ്റി ഉണ്ടായിരുന്നു ഡൽഹിയിൽ എന്നെ റിസീവ് ചെയ്യാനായിട്ട്. CT സ്കാൻ കഴിഞ്ഞ് അടുത്ത ദിവസം എൻ്റെ പുറം കീറി, മൊത്തം താഴേന്ന് മുകളിൽ വരെ കീറി, എന്നിട്ട് 2 ടൈറ്റേനിയം റോഡ് ഇൻസേർട്ട് ചെയ്തു. 5 വേർട്ടിബ്രയാണ് ഫ്യൂസ് ചെയ്തത്. D10, 11, 12, L1, L2 ഇതെല്ലാം ഫ്യൂസ് ചെയ്ത് ബോൺ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് അതെല്ലാം ചെയ്ത് 8 ഒക്ടോബറിനായിരുന്നു ഈ സർജറി നടന്നത്. ഈ കാണുന്നത് നട്ടലിൽ ടൈറ്റാനിയം റോഡ്സ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഇതാണ്, സ്ക്രൂ ചെയ്തിരിക്കുന്നതാണ്. സ്ക്രൂ ചെയ്ത് അപ്പോൾ 8 സ്ക്രൂവും 2 ടൈറ്റാനിയം റോഡും ഉണ്ട്. അതിപ്പോഴും ഉണ്ട്. അത് വെച്ചിട്ടാണ് അതൊരു ഇപ്പം ഞങ്ങളാരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കാലിലൊരു ചെറിയ മുറിവ് വന്നാൽ തന്നെ ആഴ്ചകളോളം വീട്ടിൽ കയറിയിരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ സൂപ്പർ ഹീറോസ് ഒരുപാട് വരും. ഇപ്പോൾ ഞങ്ങൾ പുതിയ തലമുറ കുറച്ചുകൂടെ പിള്ളേർക്കൊക്കെ ഈ അവഞ്ചേഴ്സിലെയൊക്കെ സ്പൈഡർമാൻ, സൂപ്പർമാൻ, അയൺമാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ടൈറ്റാനിയം മാൻ എന്ന് വിളിക്കാവോ? ടൈറ്റാനിയം മാൻ എന്നും വിളിക്കാൻ. പിന്നെ ടോണി സ്റ്റാർക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അയൺമാൻ. അയൺമാൻ, ഇത് ടോമി സ്റ്റാർക്ക്. ഓ, അത് കൊള്ളാം. ഈ ഇതിന് ശേഷം ശരിക്കും ഗോൾഡൻ ഗ്ലോബ് റൈസ് വീണ്ടും ഇതേ പ്രശ്നങ്ങളുള്ളൊരു അടുത്ത ഗോൾഡൻ ഗ്ലോബ് റൈസിന് പോകുന്ന ഈ ഒരു സർജറി കഴിഞ്ഞ ആളാണ്. അത് എന്താണ് ആ ഒരു മോട്ടിവേഷൻ? എന്താണ് ഇത്? ചെറുപ്പത്തിലെ ഒരു ഭ്രാന്ത. ഞാൻ സർജറി കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്നത് വീൽ ചെയറിലാണ്. 2 ആഴ്ച എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കാൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് പൊക്കോളാനായിട്ട് 2 മാസം ലീവ് വന്ന് വീട്ടിൽ വരുന്നത് വീൽ ചെയറിലാണ്. വരുമ്പം കാണുന്നത് ഭാര്യ, ഷീസ് പ്രഗ്നൻറ്റ്. അപ്പോൾ എനിക്കൊരു കൊച്ചും കൂടെ ഉണ്ടാകാൻ പോവുക. അതുമാത്രമല്ല ഒരു 3-4 കോടിയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ മൊത്തം റേസ്. സ്പോൺസർ ആരും ഇല്ല, കാരണം അതെല്ലാം എൻ്റെ പൈസ ആയിരുന്നു. എൻ്റെ പൈസ എന്ന് വെച്ചാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഇത്രയും പൈസ കാണത്തില്ലല്ലോ പോക്കറ്റ്, എല്ലാം കടം എടുത്തിട്ടാണ് പോയത്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ലൈഫിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിൻറ്റാണ്. പൈസ ഇല്ല എന്ന് വെച്ചാൽ ഭയങ്കര റിച്ച് മാൻ ആയിരുന്നു, മൈനസ് സോ മച്ച്. വൈഫിനെ ഞാൻ ആക്ച്വലി ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട സമയമായിരുന്നു, പക്ഷേ ഷീ ഈസ് സപ്പോർട്ടിങ് മീ. എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ആമസോണിൽ നിന്ന് ബോട്ട് ഡിസൈനിൻ്റെ ഒരു ബുക്ക് മേടിച്ചു. ആ ബുക്ക് വാങ്ങിച്ച് കിട്ടി, വായിക്കാൻ തുടങ്ങി. എൻ്റെ ഭാര്യ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ആ എക്സ്പ്രഷൻ ഒന്ന് കാണണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ 5-6 കൊല്ലം മുമ്പ് ആദ്യം കണ്ടുമുട്ടിയപ്പോഴേ ഞാനൊരു IT എൻജിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റോ ഇങ്ങനെ പറഞ്ഞു വല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കുമായിരുന്നത്. ഷീ സെഡ് നോ. അപ്പോൾ ഞാൻ പറഞ്ഞു, സോ ഐ ഹാവ് ടു ബി എ സെയിലർ. ആൻഡ് ഷീ സെഡ് യെസ്, ബട്ട് കണ്ടീഷൻസ് അപ്ലൈ. ഇനിയും ഒന്നുകൂടെ പോവുകയാണെങ്കിൽ ഇതുമാതിരി ഭ്രാന്ത് വേണ്ട, ഒരു നല്ലൊരു സ്പോൺസറിനെ തേടണം, ഒരു നല്ലൊരു ടീം വേണം ബോട്ട് റെഡിയാക്കാനായിട്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പൊക്കോ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഗോൾഡൻ ഗ്ലോബ് റേസ് ശരിക്കും 2018 ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ്, അത് കഴിഞ്ഞൊരു സർജറി, നമ്മളിത് കേൾക്കുമ്പോൾ ശരിക്കും ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് 2022 4 വർഷത്തിന് ശേഷമുള്ള ഗോൾഡൻ ഗ്ലോബ് റേസിലേക്ക് വരാനുള്ള ഒരേ കാരണം ഈ ഒരു അന്നത്തെ ആക്സിഡൻ്റ് ആണല്ലേ? ആക്സിഡൻറ്റിൽ ഞാൻ റേസ് എന്ന് വെച്ചാൽ സ്ട്രെസ്ഫുള്ളായി. എല്ലാ മിനിറ്റും നമ്മൾ ബോട്ടിനെ പുഷ് ചെയ്യണം, എവിടോട്ടാണ് പോകേണ്ടത്, കോമ്പറ്റീറ്റീവ് എവിടെയാണ്, ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കൊടുങ്കാറ്റ്, പിന്നെ വെള്ളം തീർന്നു, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ ആക്സിഡൻ്റ് ആയപ്പം സഡൻലി ഒന്നും ചെയ്യാനില്ല, ഒരു സ്ട്രെസ്സും ഒരു മെൻ്റൽ ടെൻഷനും ഒന്നുമില്ല. അപ്പം ഞാൻ സമയം ഉണ്ടായിരുന്ന കാരണം ഞാൻ അടുത്ത റേസിൻ്റെ പ്ലാനിങ് തുടങ്ങി. ഏത് ബോട്ടാണ് വാങ്ങിക്കേണ്ടത്, ആരാണ് ബോട്ട് റെഡിയാക്കേണ്ടത്, ടീം മാനേജർ ആരായിരിക്കണം, സ്പോൺസറെ എങ്ങനെ തേടണം, അപ്പം തുടങ്ങിയ ഒരു പ്ലാനിങ് ആണിത്.
ഇവിടെ ഒരു ഇടയ്ക്കൊരു ബ്രേക്കിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. അഭിലാഷിൻ്റെ പുസ്തകം ഇപ്പോൾ അഭിലാഷ് ഇവിടെ പറയുന്നത് ഇനി 2022 ഗോൾഡൻ ഗ്ലോബ് റേസിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഗോൾഡൻ ഗ്ലോബ് റേസിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ബുക്കിൻ്റെ റിലീസ് കൂടി ഇതിനൊപ്പം നടക്കേണ്ടതുണ്ട്. അപ്പോൾ ശ്രീ ശശി തരൂരാണ് ആ ബുക്ക് റിലീസിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ ഒരു ചെറിയ ബ്രേക്കോടുകൂടി ആ ബുക്ക് റിലീസ് നടത്തിയ ശേഷം ആ സെഷൻ ബാക്കി നമുക്ക് തുടരാം എന്നാണ് പറയുന്നത്. എൻ്റെ മലയാളം കേട്ട് മനസ്സിലാകാത്തവർക്ക് പുസ്തകം വായിച്ചിട്ട് മനസ്സിലാക്കാം. ഈ അഭിലാഷിൻ്റെ ജീവിതം പോലെ തന്നെയാണ് പുസ്തക പ്രകാശനത്തിൻ്റെ കാര്യവും. ഒരു സെഷൻ ഇടയ്ക്ക് ഓടിപ്പോവുക, പുസ്തകം പ്രകാശനം ചെയ്യുക, തിരിച്ചു ഓടി വരിക, ഇത്രയധികം ആളുകളുടെ അല്ല സുനീഷ് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ കല്യാണം കഴിച്ചതും അങ്ങനെയാണ്. അതൊന്ന് പറയണം. അപ്പം ഞാനും ഭാര്യയും, ഞാൻ 2018 ഗോൾഡൻ ഗ്ലോബ് റേസിന് പോകാനിരിക്കുക. മെയിൽ ഏതാണ്ടാണ് ഞാൻ യൂറോപ്പിൽ പോയത്. ബോട്ട് മെയിലെത്തി. പോകുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ച് കെട്ടിയേക്കാവുന്നത്. അപ്പോൾ ആരോടും പറഞ്ഞില്ല. 2 വിറ്റ്നസിനെ വിളിച്ചു. അപ്പോൾ വൈഫ് പറഞ്ഞത് നീ തന്നെ വിറ്റ്നസിനെ അറേഞ്ച് ചെയ്യാനായിട്ട്. ഒരു വിറ്റ്നസ് ബോട്ട് പണിത ആൾ, രണ്ടാമത്തെ വിറ്റ്നസ് എൻ്റെ ടീം മാനേജർ. അപ്പോൾ ഇവർ രണ്ടുപേരും കണ്ടപ്പോഴത്തേക്ക് വൈഫ് ചോദിച്ചത് നീ എന്നെ പിന്നെ ബോട്ട് പണിയാൻ പോകണമെന്ന്. അപ്പോൾ അവരെ കൊണ്ടുപോയി കയ്യിലൊട്ടും പൈസ ഇല്ലായിരുന്നു. ഉള്ള പണം എല്ലാം തീർന്ന് നടക്കായിരുന്നു. അപ്പം 350 രൂപ കൊടുത്തിട്ട് രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ ഒപ്പിട്ട് 50 രൂപയ്ക്ക് കുറച്ച് ചായയും വടയും എല്ലാം മേടിച്ച് വിറ്റ്നസിന് കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോന്ന്. 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ യൂറോപ്പിലോട്ട് പോവുക. എൻ്റെ കുറേ ഫാമിലി ഫ്രണ്ട്സ്, എൻ്റെ ഓഫീസ്, നേവി, എല്ലാവർക്കും ഈ കാര്യം, ഞാൻ കല്യാണം കഴിച്ച കാര്യം അറിയുന്നത് ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടാണ്. അതും ഏതാണ്ട് ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്തപ്പം. അച്ഛൻ അറിഞ്ഞത് ഫേസ്ബുക്ക് വഴിയാണ്. അതും എൻ്റെ പോസ്റ്റ് അല്ല കേട്ടോ. വേറെ ആരാണ്ട് മറ്റേ ഫ്രാൻസിൽ വെച്ച് ആരാണ്ട് കമൻ്റ് അടിച്ച് ഇവൻ കെട്ടിയിട്ട് 3 മാസമേ ഉള്ളൂ, അവനൊരു 9 മാസത്തെ ബ്രേക്ക് വേണമെന്ന്. അപ്പം ജീവിതം അങ്ങനെയാണ്. ഇതൊരു വളരെ വ്യത്യസ്തമായ കഥയാണല്ലോ. ഈ കഥയൊക്കെ പുസ്തകത്തിലുണ്ടാവുമല്ലോ അല്ലേ, ഈ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഗോൾഡൻ ഗ്ലോബ് റേസിലേക്ക് വരാം. ശരിക്കും ഈ ഗോൾഡൻ ഗ്ലോബ് റേസ് ശരിക്കും എന്താണ് ഈ ഗോൾഡൻ ഗ്ലോബ് റേസ്? നമ്മളിങ്ങനെ ഒരുപാട് കേൾക്കുന്നത്. 1967 ഒരു ഫ്രാൻസിസ് ചിച്ചസ്റ്റർ എന്ന് പറഞ്ഞൊരു സെയിലർ ഒരു ബോട്ട് എടുത്ത് ഒറ്റയ്ക്ക് ലോകം ചുറ്റിക്ക് ഇറങ്ങി വന്നു. ഒരിടത്ത് മാത്രമേ നിർത്തിയുള്ളായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ റൗണ്ട് ദ വേൾഡ് ചെയ്ത് തീരാറായപ്പോഴത്തേക്ക് ബാക്കി സെയിലേഴ്സിനൊരു ആഗ്രഹം വന്ന് ആരായിരിക്കും ഏറ്റവും ആദ്യം നോൺ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം കുറേ സെയിലേഴ്സ് ഇതിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. സൺഡേ ടൈംസ് എന്ന് പറഞ്ഞൊരു പത്രം ഈ റേസ് അങ്ങ് സ്പോൺസർ ചെയ്തു. അപ്പോൾ ഈ റേസിൻ്റെ റൂൾസ് വളരെ സിമ്പിളാണ്. നമ്മൾ ഒറ്റയ്ക്ക് 30 ജൂലൈ തൊട്ട് 1 ഒക്ടോബർ വരെ 40 ഡിഗ്രി നോർത്തിൻ്റെ ഏതെങ്കിലും ഒരു പോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരിടത്ത് നിന്ന് നിർത്താതെ ആരുടെയും സഹായം എടുക്കാതെ ലോകം ചുറ്റിക്കറങ്ങി തിരിച്ച് ഫിനിഷ് ചെയ്യണം. ഏറ്റവും ആദ്യം ഫിനിഷ് ചെയ്യുന്ന ആൾക്ക് ഒരു സമ്മാനം, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഫിനിഷ് ചെയ്യുന്നതിന് വേറൊരു സമ്മാനം. ഈ റേസിൽ 9 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈ 9 പേരിൽ നിന്ന് 8 പേര് റിട്ടയറായി. അതിൽ നിന്ന് ഒരാൾ സൂസൈഡ് ചെയ്തു, ഒരു സെയിലർ സൂസൈഡ് ചെയ്തു. വേറൊരു സെയിലർ ഫിനിഷ് ചെയ്യുന്നതിൻ്റെ 1000 നോട്ടിക്കൽ മൈൽ മുമ്പ് അദ്ദേഹത്തിൻ്റെ ബോട്ട് മുങ്ങിയിട്ട് അദ്ദേഹത്തിനെ രക്ഷിച്ചു. 1972 3 കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹം സൂസൈഡ് ചെയ്തു. വേറൊരു സെയിലർ റൗണ്ട് ദ വേൾഡ് ചെയ്ത് തിരിച്ച് അറ്റ്ലാന്റിക്കിലെത്തിയിട്ട് അങ്ങേർക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ട. അപ്പോൾ അങ്ങനെ ഒന്നുകൂടെ ലോകം ചുറ്റിക്കറങ്ങി ടഹീറ്റി പോയി സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഭാര്യയും മക്കളെ ഒരിക്കലും വന്ന് കണ്ടില്ല. അപ്പം അങ്ങനത്തെ കുറേ ഭ്രാന്ത് പിടിച്ച ആൾക്കാരാണ് അതിൽ. ഈ റേസ് ഫിനിഷ് ചെയ്ത ഒരു സെയിലർ മാത്രം ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹത്തിൻ്റെ പേരാണ് സർ റോബിൻ നോക്സ് ജോൺസ്റ്റൺ. അദ്ദേഹത്തിൻ്റെ ബോട്ട് ഇന്ത്യയിലാണ് മാനുഫാക്ചർ ചെയ്തത്. അപ്പം ലോകത്തിൽ ഏറ്റവും ആദ്യം ഒരു നോൺ സ്റ്റോപ്പ് സർക്കം നാവിഗേഷൻ ചെയ്യുന്ന ബോട്ട് അതൊരു ഇന്ത്യൻ ബോട്ടാണ്, പക്ഷേ ലണ്ടനിലാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഈ റേസ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. 2018 ആയപ്പം ഒരാൾക്കൊരു ഐഡിയ വന്നു. 2018 50 ഇയേഴ്സാണ്, ഗോൾഡൻ ജൂബിലിയാണ് ഗോൾഡൻ ഗ്ലോബ് റേസിൻ്റെ. നമുക്ക് ഈ റേസ് ഒന്നുകൂടെ ചെയ്യാമെന്ന്. ആൻഡ് ഇതേവനായതെന്ന് വെച്ചാൽ റൂൾസ് 1968 പോലെ വെച്ചു. 1968 ടെക്നോളജി. 1968 വിജയിച്ച ബോട്ടിൻ്റെ സൈസ് 32 തൊട്ട് 36 അടി വരെ ചെറിയ ബോട്ട്, അതും ലോങ് കീൽ, പഴയ ഫാഷൻ്റെ ബോട്ട്. പിന്നെ പുതിയ ഒരു ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റത്തില്ല. GPS ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, ഇലക്ട്രോണിക് ചാർട്ട് പ്ലോട്ടർ ഒന്നുമില്ല. 1968 പോലെ റൗണ്ട് ദ വേൾഡ് റേസ് ചെയ്തിട്ട് വന്ന് ഫിനിഷ് ചെയ്യണം. ഇങ്ങനെയാണ് ഈ 2018 ഗോൾഡൻ ഗ്ലോബ് റേസ് സ്റ്റാർട്ട് ആകുന്നത്. ശരിക്കും ഒരു റിട്രോ റേസാണ് അല്ലേ? കംപ്ലീറ്റ് റെട്രോ. നമ്മൾ അവരോട് ചോദിക്കുക ക്യാനായി ഒരു പെർമിഷൻ, ക്യാനായി ആൻസർ നോ ആണ്. പക്ഷേ ഞാൻ എന്നാണെന്ന് പോലും ചോദിച്ചില്ല. യു ആർ ബേസിക്കലി ആസ്കിങ് ഫോർ പെർമിഷൻ ടു ടേക്ക് സംതിങ്.
കെൻ ഐ ടേക്ക് ദിസ്? അപ്പോൾ എന്നാണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവർ പറയാൻ പറ്റത്തില്ലെന്ന് പറയും. 1968 ഉണ്ടായിരുന്നെങ്കിൽ അത് കൂടെ കൊണ്ടുപോകാം. അപ്പം പാട്ട് കേൾക്കണമെങ്കിൽ ടേപ്പ് റെക്കോർഡർ കൊണ്ടുപോകാം കൂടെ. പക്ഷേ ഐപോഡോ അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ പറ്റത്തില്ല, ടൈപ്പ് റൈറ്റർ വേണമെങ്കിൽ കൂടെ കൊണ്ടുപോകാം. കാൽക്കുലേറ്റർ അനുവദിക്കത്തില്ല. അപ്പം ഈ നാവിഗേഷൻ ചെയ്യുന്ന ഒരു ചെറിയ എക്സാമ്പിൾ തരാം. നമ്മളിപ്പം 2012 ഞാൻ ലോകം ചുറ്റി കറങ്ങിയപ്പം ഞാൻ എവിടെയാണെന്ന് അറിയണമെങ്കിൽ ഒരു സ്ക്രീനിലോട്ട് ഇങ്ങനെ നോക്കിയാൽ മതിയായിരുന്നു. GPS-ൽ പൊസിഷൻ എടുത്തിട്ട് അത് ചാർട്ടിൽ പ്ലോട്ട് ചെയ്ത് കാണിക്കും, ഏത് സ്പീഡാണ് എവിടോട്ടാണ് പോകുന്നത്, എത്ര ദിവസം എടുക്കും കരയെത്താൻ, അതെല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. 2018 ഗോൾഡൻ ഗ്ലോബ് റേസ് ചെയ്യാനായിട്ട് അവിടെ ഇപ്പം ഞാൻ എവിടെയാണെന്ന് അറിയണമെങ്കിൽ ഒരു സെക്സ്റ്റൻ്റ് എന്ന് പറഞ്ഞ യന്ത്രമുണ്ട്. അത് വെച്ച് സണ്ണിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അളക്കണം. അതും ആക്യുറേറ്റ് അപ് ടു 1/60th ഡിഗ്രി. അതും അറ്റ് ആൻ എക്സാക്ട് ടൈം. വാച്ച് ഒരു സെക്കൻഡ് തെറ്റിയാൽ നമ്മുടെ കാൽക്കുലേറ്റഡ് പൊസിഷൻ ഒരു 2 കിലോമീറ്റർ കണ്ട് തെറ്റാൻ ചാൻസ് ഉണ്ട്. വാച്ചും ക്വാർട്സ് വാച്ച് അലൗഡ് അല്ല, ഇലക്ട്രോണിക് വാച്ച് അലൗഡ് അല്ല. നമ്മൾ ഈ വൈൻഡ് ചെയ്യുന്ന വാച്ചാണ് കൂടെ കൊണ്ടുപോകേണ്ടത്. ഇത് ഈ മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മൾ ഒരു സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രിക് കാൽക്കുലേഷൻ ആണ് ഒരു ഇക്വേഷൻ ആണ് സോൾവ് ചെയ്യുന്നത്. അത് സോൾവ് ചെയ്യുമ്പം ഒരു വര കിട്ടും. പിന്നെ ഒരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സൺ ആ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട് മാറുമ്പോഴത്തേക്ക് സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് ഒരു വരയും കൂടെ കിട്ടും. ആ വര ഇൻ്റർസെക്റ്റ് ചെയ്യുന്നിടത്താണ് നമ്മൾ. പക്ഷേ അതിന് അത് ആക്യുറേറ്റ് ആണോ അല്ലയോ, കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പോയിൻ്റാണ് ഞാൻ പറയുന്നത്. ഞാൻ നമ്മുടെ ഈ സെഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞിരുന്നത്, അതായത് എവറസ്റ്റ് കയറുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. 1968 എവറസ്റ്റ് കയറാനുണ്ടായിരുന്ന സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ ഒരാൾ എവറസ്റ്റ് കയറുകയാണെങ്കിൽ ആ അച്ചീവ്മെൻറ്റ് നമ്മൾ എങ്ങനെയായിരിക്കും കാണുക? അതുപോലെയാണ് അഭിലാഷ് ഇപ്പം ഈ സർക്കം നാവിഗേഷൻ ചെയ്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഈ വടക്ക് നോക്കി യന്ത്രം എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ. ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും കാപ്പാട് കടപ്പുറത്ത് ഇപ്പം ഇതിൻ്റെ ഒരു വാസ്കോഡ ഗാമ ഒക്കെ വന്ന ആ ഒരു കാലത്തിൽ നിന്നും ഏറെക്കുറെ ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ? അപ്പോൾ ഈ ഒരു ഇല്ല, അത്രയും പഴയ ടെക്നോളജി അല്ല. പക്ഷേ ഇപ്പം പോകുന്ന അത്രയും എളുപ്പമല്ല. ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച് പോകുന്ന അത്രയും എളുപ്പമല്ല. അതിപ്പോൾ ഇത് 2022 അതായത് 2018 ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. 4 വർഷത്തിന് ശേഷം 2022 അഭിലാഷ് ഗോൾഡൻ ഗ്ലോബ് റേസിന് വീണ്ടും അടുത്ത ഗോൾഡൻ ഗ്ലോബ് റേസ് പോകുന്നത് ഫിനിഷ് ചെയ്യുന്നു. അതിലേക്കാണല്ലോ നമ്മൾ വരുന്നത്. ശരിക്കും ആ ഗോൾഡൻ ഗ്ലോബ് റേസിനെ കുറിച്ചൊന്ന് പറയാം. അതിൽ എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? അപ്പം ഈ ബോട്ടിൽ കിടക്കുമ്പോൾ ഞാൻ തീരുമാനിച്ച്, ആക്സിഡൻ്റായി കിടക്കുമ്പോൾ ഞാൻ തീരുമാനിച്ച് അടുത്ത ഗോൾഡൻ ഗ്ലോബ് റേസിന് പോവുകയാണെന്ന്. ആ ഡെസിഷൻ എടുത്തു. പിന്നെ തിരിച്ച് കരയിൽ വന്ന് സർജറി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം വരുന്ന വീൽ ചെയറിലാണ്. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. അതിനൊരു വോക്കറോ അല്ലെങ്കിൽ ക്രച്ച് വേണം. ഡെയിലി ഫിസിയോതെറപ്പി തുടങ്ങി. ഇപ്പം ആ സമയത്ത് എന്ന് വെച്ചാൽ എൻ്റെ ഹെമോഗ്ലോബിൻ കൗണ്ടിൽ ഏതാണ്ട് 7.15 ഏതാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പല്ല് തേച്ചിട്ട് തിരിച്ചു വന്ന് ഇരിക്കുവാണെങ്കിൽ 1 മണിക്കൂർ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്ന പോലെ അത്രയ്ക്കും ഹാർട്ട് റേറ്റ് എല്ലാം കൂടുമായിരുന്നു. ഒരു 4 ഇഞ്ചിൻ്റെ സ്റ്റെപ്പ് എനിക്ക് കയറാൻ പറ്റത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം വണ്ടി ഓടിക്കാമെന്ന് ട്രൈ ചെയ്ത് വണ്ടിക്കകത്ത് എങ്ങനെയാണ്ട് കയറി ഇരുന്ന് ആക്സിലറേറ്റ് ഞെക്കാൻ നോക്കിയിട്ട് എനിക്ക് കാല് പൊക്കിയിട്ട് ആ ആക്സിലറേറ്റിലോട്ട് വെക്കാൻ പറ്റുന്നില്ല. അത്രയും ശക്തിയില്ല കാലിന്. അപ്പം കുറേ ഫിസിയോതെറപ്പി ചെയ്തു. 2 മാസം കഴിഞ്ഞ് ഞാൻ 25 കിലോയുടെ സൂട്ട് കേസും ചുമന്ന് ഒറ്റയ്ക്ക് തിരിച്ച് ഡൽഹി പോയി. സെയിം ഡോക്ടറിൻ്റെ അടുത്ത്. ഡോക്ടർ എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഫിറ്റ് ഫോർ ഡ്യൂട്ടി. 21 സെപ്റ്റംബറിനാണ് ആക്സിഡൻറ്റ് നടന്നത്. 8 ഒക്ടോബറിനാണ് സർജറി നടന്നത്. 25 ഡിസംബർ ഐ വാസ് ബാക്ക് ഓൺ ഡ്യൂട്ടി. ഞാൻ തിരിച്ച് ഡ്യൂട്ടി ജോയിൻ ചെയ്തു. ഫുൾ ഫിറ്റ്നസ് അല്ല, മെഡിക്കൽ കാറ്റഗറി എന്നിട്ട് ഒരു ടേബിൾ ഡെസ്ക് ജോബാണ് എനിക്ക് തന്നത്. പക്ഷേ അപ്പോഴും എനിക്ക് എൻ്റെ ഓഫീസ് 2ാമത്തെ നിലയിലാണ്. അവിടെ വരെ നടന്ന് കയറാൻ കുറഞ്ഞൊരു 15-20 മിനിറ്റ് എടുക്കുമായിരുന്നു. ലാപ്ടോപ്പ് ബാഗൊക്കെ വേറെ എല്ലാവരായിരിക്കും കൊണ്ട് തരുന്നത്. ഇവിടുന്ന് പിന്നെ ഞാൻ ജിം തുടങ്ങി. പതുക്കെ ഒരു 2-3 കിലോ വെച്ച് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കോർ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പിലാറ്റസ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓടാൻ പറ്റുന്നില്ലായിരുന്നു. ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞ് മസിലുണ്ട് പക്ഷേ കോർഡിനേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അരയുടെ അത്രയും പൊക്കത്ത് ആഴമുള്ള വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഓടാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം ജിമ്മിൽ പോയപ്പം ട്രെഡ്മില്ലിൽ 60 സെക്കൻഡ് ഓടാൻ പറ്റി എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിക്ക് ബോക്സിങ് ജോയിൻ ചെയ്ത്. എനിക്ക് വീഴാൻ പേടിയായിരുന്നു. കുറേ കൂടെ ബാലൻസ് ഇട്ടാൻ കിക്ക് ബോക്സിങ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ നേവി പൈലറ്റിൻ്റെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്ത്, സെയിലിങ്ങിന് വേണ്ടിയിട്ടും ക്ലിയർ ചെയ്ത്. ഇപ്പോൾ പൈലറ്റിൻ്റെ ഡ്യൂട്ടിക്ക് ക്ലിയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മളൊരു എമർജൻസി ഡ്രില്ല് ചെയ്യണം. എമർജൻസി ഡ്രില്ലിൽ ഒരു ഡ്രില്ല് അവർ നമ്മളെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യും. കണ്ണെല്ലാം അടച്ചു മൂട്ടിയിട്ട് ഒരു പ്ലെയിനിൻ്റെ കോക്പിറ്റിനകത്ത് ഇട്ടിട്ട് സ്ട്രാപ്പ് ഓൺ ചെയ്തിട്ട് ആ മൊത്തം പ്ലെയിൻ വെള്ളത്തിനടിയിൽ മുക്കും. 5 സെക്കൻഡ് നമ്മൾ ശ്വാസം പിടിച്ച് നിൽക്കണം. 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഫീൽ ചെയ്തിട്ട് സ്ട്രാപ്പ് തുറക്കണം.
എന്നിട്ട് ഫീൽ ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു ചെറിയൊരു ജനലുണ്ട്, ഇത്രയും വീതിയുള്ളൂ, അതിൽ കൂടെ എസ്കേപ്പ് ചെയ്യണം. അപ്പോൾ ഇത് 5 പ്രാവശ്യം പൈലറ്റ് സൈഡ്, 7 പ്രാവശ്യം കോ പൈലറ്റ് സൈഡ്, പാസഞ്ചർ സീറ്റ്, ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മളെ ക്ലിയർ ചെയ്യുന്നത്. ഇത് ഒരു ഡ്രില്ലാണ് കേട്ടോ, അങ്ങനത്തെ 2-3 കൂടി ഉണ്ട്. എല്ലാം ക്ലിയർ ചെയ്ത് ഫ്ലൈയിങ് ചെയ്ത് 21 സെപ്റ്റംബർ 2019, എക്സാക്ട് 1 ഇയർ ഓഫ് ദി ആക്സിഡൻറ്റ്, ഞാൻ കാലിക്കറ്റിലുണ്ടായിരുന്നു. ഇവിടെ ജെല്ലി ഫിഷ് നടത്തുന്ന ചാലിയാർ റിവർ ഫെസ്റ്റിവൽ, കൗശിക് ഹാൻഡ്സ് പ്രൂഫ്, ഇവിടെ കൗശിക്കിൻ്റെ ജെല്ലി ഫിഷ് നടത്തുന്ന ചാലിയാർ റിവർ ഫെസ്റ്റിവലിൽ ഞാൻ പങ്കെടുത്തു. ആ ദിവസം 21 സെപ്റ്റംബർ ഞാൻ ഒരു 50 കിലോമീറ്റർ ഏതാണ്ട് ഒരു കയാക്ക് തുഴഞ്ഞു. അപ്പം ഫിസിക്കലി ഞാൻ റെഡിയായിരുന്നു, പക്ഷേ പണം വേണം. നേവിയിൽ നിന്ന് റിസൈൻ ചെയ്തു, എനിക്ക് പുറത്തുനിന്ന് സ്പോൺസർഷിപ്പ് തേടാനായിട്ട്. അതുകൊണ്ട് കുറേ ഞാൻ നോക്കി കേട്ടോ, കുറേ ഇന്ത്യയിൽ എല്ലായിടത്തും ഞാൻ സ്പോൺസർഷിപ്പ് തേടി, ഓരോടത്തൊന്നും 10 പൈസ കിട്ടിയില്ല. ചിലവർ ഒരു 1 ലക്ഷം 2 ലക്ഷമൊക്കെ തരാമെന്ന് പറഞ്ഞു, പക്ഷേ വേണ്ടിയ പണം ഓൾമോസ്റ്റ് ഒരു 4 കോടിയാണ്. പിന്നെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അഗെയിൻ കൗശിക് ഹാൻഡ്സ് പ്രൂഫ്, കൗശിക്കിൻ്റെ സഹായം കാരണം അബുദാബിയിൽ ബേസ്ഡ് ഒരു ബൈനത്ത് എന്ന് പറഞ്ഞ ഒരു ജിയോസ്പേഷ്യൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി അവരെനിക്ക് സ്പോൺസർഷിപ്പ് തരാമെന്ന് അവർ സമ്മതിച്ചു. പക്ഷേ ഇത് മാർച്ച് 2022 ആണ്. 6 മാസത്തിനകത്ത് റേസ് സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി എൻട്രൻസിൻ്റെ ബോട്ട് എല്ലാം റെഡിയാണ്. അവർ അറ്റ്ലാന്റിക്കിൽ അവിടെ ഇവിടെ എല്ലാം സെയിൽ ചെയ്തിട്ട് ബോട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവരെ എല്ലാം ഇങ്ങനെ ട്രെയിനിങ് നടക്കുക. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ബോട്ട് കാണുന്നത്, ഫ്രാൻസിൽ ലോഹിയോ എന്നും പറഞ്ഞൊരു സ്ഥലത്ത്. ബോട്ട് അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ നെതർലൻഡ്സിൽ പോയി. 1.5 മാസത്തിനകത്ത് അത് റെഡിയാക്കി. പിന്നെ ഒരു ട്രെയിനിങ് വോയേജ് നടത്തി ഞാൻ സ്പെയിനിലെത്തിയിട്ട് ഞാൻ ഓർത്ത് ഇപ്പം എല്ലാം സെറ്റായി, പൈസയുണ്ട്, നല്ലൊരു ബോട്ടുണ്ട്, നല്ലതായിട്ട് സെറ്റ് ചെയ്ത ബോട്ടുണ്ട്, പിന്നെ എനിക്കും കുറേ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നിൽ തന്നെ. പക്ഷേ ഇപ്പോഴാണ് ഒരു 180 ഡിഗ്രി ടേൺ എടുക്കുന്ന ലൈഫ്. സ്പെയിനിൽ നിന്ന് ഫ്രാൻസ് വരെ ഒരു 1 ഡേയുടെ റേസ് ഉണ്ടായിരുന്നു. എൻ്റെ മാനേജർ എൻ്റെ കൂടെ എൻ്റെ ക്രൂ ആയിട്ടുണ്ട്. അപ്പോൾ ഈ മാനേജറിന് ഞാൻ വാച്ച് ഡ്യൂട്ടി കൊടുത്തിട്ട് അകത്ത് പോയി കിടന്ന് ഉറങ്ങി. ഞാൻ മാനേജറിനോട് പറഞ്ഞത്, ജസ്റ്റ് ലുക്ക് ഔട്ട് സൈഡ്, പുറത്തോട്ടൊന്ന് നോക്കിയിരുന്നാൽ മതി, എന്നേലും കണ്ടാൽ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, നീ ഒന്നും ചെയ്യണ്ട, ഒന്ന് പറഞ്ഞാൽ മതി, ഷിപ്പോ തിമിംഗലോ കാറ്റ് മാറുമോ എന്നേലും കണ്ട എന്നേലും പറ്റിയോ ഒന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഇവൻ എന്നാന്ന് വെച്ചാൽ ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. 1 മണിക്കൂർ പുസ്തകത്തിന് തല പൊക്കിയില്ല, അങ്ങ് വായിച്ചുകൊണ്ടിരിക്കുക. ബോട്ട് പോയിട്ട് ഒരു ഷിപ്പിനെ ഇടിച്ചിട്ട് ഇതാ പറ്റിയത്. ഞാൻ എങ്ങനെയെങ്ങാണ്ട് അത് കരയ്ക്കടുപ്പിച്ച് പിന്നെ ബോട്ടിനെ പൊക്കി. അപ്പോൾ ഈ മുൻവശം മൊത്തം ക്രാക്കായി. ഇവിടെ ഒരു ഫോർസ്റ്റേ എന്ന് പറഞ്ഞൊരു സ്റ്റീൽ വയർ വരും, അത് ഈ കൊടിമരത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതെല്ലാം പൊട്ടിപ്പോയി. നങ്കൂരത്തിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട്, അത് പൊട്ടിപ്പോയി. കൊടിമരത്തിന് ക്രാക്ക് ഉണ്ടായിരുന്നു, ബോട്ടിനകത്ത് ക്രാക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ബോട്ടിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ബോട്ട് തകർന്നു. ഇതെന്ന് വെച്ചാൽ ഇതും പിന്നെ 3 ആഴ്ചക്കകത്ത് റേസ് തുടങ്ങുകയാണ്. മൊത്തം യൂറോപ്പിൽ എല്ലാവരും അവധിയില്ല, ആരും വന്നിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് റെഡിയല്ല. അതിൻ്റെ പുറത്ത് സ്പോൺസർ തന്ന പൈസ എല്ലാം ഞാൻ ചിലവാക്കി, ഇനി ഒരു 50 ലക്ഷം കൂടെ വേണം. അപ്പം ഞാൻ പൈസ തേടാൻ തുടങ്ങി. കുറേ പേര് കടം തന്ന്, കുറേ പേര് പൈസ ഡൊണേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ബെൽജിയത്തിൽ നിന്ന് ഒരു യാർഡ് അവരൊന്ന് റിപ്പയർ ചെയ്യാമെന്ന്. അവർ പറഞ്ഞു, ഒരു ഹസ്ബൻഡ് വൈഫാണ്, യാർഡിൻ്റെ പേരാണ് യോൺ വാൻ ഡാം, ഹോളിവുഡ് ആക്ടറല്ല, യോൺ വാൻ ഡാം യാർഡിൽ നിന്ന് 2 പേരും ഒന്ന് റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ എക്സാക്റ്റ് ആ ഷേപ്പിൽ ഉണ്ടാക്കാൻ പാടാം. അതിനുവേണ്ടി അവർക്ക് വേറൊരു ബോട്ടും കൂടെ വേണം. മൊത്തം ബെൽജിയത്തിൽ ഒരു റെസ്ലർ 36 ഉള്ളൂ. അവർക്കൊരു കോപ്പി ഉണ്ടാക്കാനായിട്ട് ഒരു റെസ്ലർ 36 ഉള്ളൂ. ഭാഗ്യത്തിന് ആ റെസ്ലർ 36 ഇവരുടെ യാർഡിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അവർ ആ ബൗവിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കി, ഒരു മോൾഡ് ഉണ്ടാക്കി, എന്നിട്ട് ഇവിടെ വന്നിട്ട് ബാക്കിയെല്ലാം പണിത് ഫൈനലി 4th സെപ്റ്റംബറിന് എനിക്ക് റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഈ റേസ് ഇത് ഞങ്ങൾ 2018 ആക്സിഡൻറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അപകടം ശരിക്കും ബോട്ട് പൂർണ്ണമായും തന്നെ തകർന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവിടുന്ന് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് വീണ്ടും അത് തകരാറ് നന്നാക്കിയ ശേഷമാണ് വീണ്ടും റേസ് ആണ്. കുറേ പേരുടെ സഹായം ഉണ്ടായിരുന്നു, കുറേ ഭാഗ്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതും ഈ ബോട്ട് റെഡിയാക്കാന്ന് വെച്ചാൽ ഒന്നെനിക്ക് ബോട്ട് റിപ്പയർ ചെയ്യണം, പിന്നെ ഈ ഒരു കൊല്ലത്തേക്കുള്ള ആഹാരവും വെള്ളവും തുണി അതെല്ലാം കൂടെ കൊണ്ടുപോകണം, അതെല്ലാം മേടിക്കാൻ വേണം, വാങ്ങിച്ച് ബോട്ടിനകത്ത് വെക്കണം. അതുമാത്രമല്ല റേസിൻ്റെ ഒരു ഗ്രീൻ കാർഡ് ചെക്ക് ഉണ്ട്, ആ ചെക്കിന് വേണ്ടിയിട്ട് റെഡിയാകണം. ആ ചെക്ക് ഫെയിലായി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഞാൻ പറയാം, ഞാൻ എല്ലാ ദിവസവും കുറഞ്ഞൊരു 18-20 മണിക്കൂർ വർക്ക് ചെയ്യുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ സ്പോൺസേഴ്സ് ഞാൻ ഓർത്ത് ഒരു റിപ്പോർട്ട് അയക്കുമെന്ന് ആക്സിഡൻറ്റിനെ കുറിച്ച്, എന്നിട്ട് പിന്നെ മുന്നിലോട്ട് എന്നാ ചെയ്യേണ്ടത്. അത് ഞാൻ ഇന്ന് രാത്രി മുഴുവൻ ടൈപ്പ് ചെയ്ത്
അങ്ങ് ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ എഴുതിയത് കോഫി കേടായി, ചായ തീർന്നു പോയി, ഇതൊക്കെയാണ് ഞാൻ റിപ്പോർട്ടിൽ എഴുതുന്നത്. അത്രയ്ക്കും ഹാലൂസിനേറ്റ് ചെയ്യായിരുന്നു ഞാൻ കരയ്ക്കകത്ത് തന്നെ. എനിക്ക് കരയിലൊരു മുറി ഞാൻ റെൻറ്റിന് എയർബിഎൻബി റെൻറ്റിന് എടുത്തായിരുന്നു. പക്ഷേ ഇത്രയും പേര് ജോലിക്ക് വന്ന കാരണം ഞാൻ ആ മുറിയെല്ലാം കൊടുത്തിട്ട് ഞാൻ ബോട്ടിനകത്ത് ഒരു ഷെഡിനകത്താണ് ആ സമയത്ത് താമസിക്കുന്നത്. രാവിലെ ഒരു കോമ്പറ്റീറ്റർ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തരുമായിരുന്നു. ലഞ്ച് ഞാൻ പോയി ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം ഇറ്റ് വാസ് വെരി വെരി ടയറിങ് ടൈം. കടലിൽ മാത്രമല്ല കരയിലും ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഈ സെഷൻ തീരാനുള്ളൊരു പരിമിതിയുണ്ട്. അടുത്ത ഒരു ഇതിലേക്ക് പോകണം. ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട് ഈ കടലിൽ ഒറ്റയ്ക്കുള്ള ഒരു സോളോ ഇതിൽ പോയി. അതിൻ്റെ വീഡിയോസ് എന്തെങ്കിലും ഇത് കാണിക്കാം. ഇതിപ്പോൾ 26 ജാനുവരിക്ക് എടുത്ത വീഡിയോ ആണ്. ഇതൊരു കൊടുങ്കാറ്റിൽ പെട്ടിട്ട് എൻ്റെ സെൽഫ് സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ തന്നെ കുറേ നേരം ബോട്ട് സ്റ്റിയർ ചെയ്ത് നടുവ് വെട്ടി 4 ദിവസം നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. വലത്തേക്കാല് വെയിറ്റ് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ 5-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 5 ഫെബ്രുവരി. പക്ഷേ ബർത്ത്ഡേ പാർട്ടി 7-ാം തീയതി ആയിരുന്നു. ആ ബർത്ത്ഡേ പാർട്ടിയുടെ വീഡിയോ കാണിച്ചു തരാം. ഇത് കടലൊരുക്കിയ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്. ഈ ഒരു സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് നമ്മൾ ഇതിലേക്ക് അവസാനത്തിലേക്ക് എത്തുകയാണ്. എങ്കിലും 1-2 കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. കാരണം ഈ ഗോൾഡൻ ഗ്ലോബ് റേസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ, അപ്പോൾ ഞാനത് വായിക്കുമായിരുന്നു. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഈ വിൻവെയിൻ, അതായത് ഇതിൻ്റെ സെൽഫ് സ്റ്റിയറിംഗ് തകർന്ന സമയത്ത് ഒരു ബ്രിട്ടീഷ് സെയിലർ സൈമൺ കർവെയിൻ, ബ്രിട്ടീഷ് സെയിലർ, അതുകൊണ്ട് തന്നെ ആ റേസ് തന്നെ സ്റ്റോപ്പ് ചെയ്തു പോയി. അഭിലാഷിൻ്റെ വിൻവെയിനും കേടായ സമയത്ത് അഭിലാഷിൻ്റെ രീതിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് സെയിലേഴ്സിനിടയിലൊരു ഇതുണ്ടായിരുന്നു, അഭിലാഷ് മോഡൽ എന്ന് പറഞ്ഞൊരു എല്ലാവരും പറയുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ അതൊന്ന് പറയാമോ? എന്തൊക്കെയാണ് ഇത്? സൈമൺ കവൻ മാത്രമല്ല, ഡാമിയൻ ഗിലോ PRBയുടെ, പിന്നെ പാറ്റ് ലോലെസ്, കുറേ പേര് സെൽഫ് സ്റ്റിയറിംഗ് കാരണം ഓട്ടോ പൈലറ്റ് റിട്ടയറായി. അപ്പം ഞാൻ ഈ കൊടുങ്കാറ്റ് കഴിഞ്ഞപ്പോഴേ, ഈ ഓട്ടോ പൈലറ്റ് എന്ന് വെച്ചാൽ അതൊരു കാറ്റിൽ ഓടുന്ന ഒരു യന്ത്രമാണ്. അത് ബോട്ടിനെ സ്റ്റിയർ ചെയ്യും. നമുക്കപ്പം പോയി അകത്ത് ഉറങ്ങുകയോ എന്നൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ആരോ കാണിച്ചിട്ടില്ലേ, അവിടെ ഇത്രയും വലിയൊരു സ്റ്റെയിൻലെസ് ഒരു അലൂമിനിയത്തിൻ്റെ പാഡിലുണ്ട്. അത് ഒടിഞ്ഞു പോയി. അത് 3ാമത്തെ സ്പെയറാണ് ഓടിയുന്നത്. ആൻഡ് ഇതാണ് എൻ്റെ ലൊക്കേഷൻ, കേപ്പ് ഹോണിൻ്റെ തൊട്ടടുത്ത്. ഇവിടുന്ന് ഒരു 15,000 കിലോമീറ്ററും കൂടെ ചെയ്താലേ ഫിനിഷിലോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് സ്പെയർ ഇല്ല. ഞാൻ ഈ റേസ് ഡയറക്ടറിന് ഒരു മെസ്സേജ് അയച്ചു, ഞാൻ എൻ്റെ ടീം മാനേജറിന് ഒരു ഫോൺ കോൾ ചെയ്തോട്ടെ, എനിക്കൊരു സൊല്യൂഷൻ വേണം, അതിനുവേണ്ടി മാത്രമാണെന്ന്. അപ്പോൾ അതിൻ്റെ മറുപടി പറഞ്ഞു, ഫോൺ കോൾ ചെയ്തോ, GPS തുറന്നോ, വേണമെങ്കിൽ ഉഷുവായ എന്ന് പറഞ്ഞൊരു പോർട്ടുണ്ട്, അവിടെ കയറിക്കോ, ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ താമസിച്ചോ, മസാജ് വേണമെങ്കിൽ എടുത്തോ, പിന്നെ എന്നാ വേണമെങ്കിലും ചെയ്തോ, പക്ഷേ യു വിൽ ഹാവ് ടു റിട്ടയർ, നിന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യും. രണ്ടാമത് അവരെന്നാന്ന് വെച്ചാൽ അവർ ചിലി MRCCനെ വിളിച്ചു പറഞ്ഞ് ഇത് ഒരുത്തിന് പ്രശ്നമുണ്ട് ഇവിടെ, അവർ കോഡ് ഓറഞ്ച് ഇഷ്യൂ ചെയ്തു. പിന്നെ അവരെൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, വി ഡോണ്ട് തിങ്ക് ഹീ ക്യാൻ ഫിനിഷ് ദ റേസ്, ഇവിടം കൊണ്ട് കഴിയുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ എന്നാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ടോയ്ലറ്റ് ഡോറ് ചവിട്ടിപ്പൊളിച്ച് അതിൽ നിന്നൊരു റഡർ ഉണ്ടാക്കി. അത് 2 മണിക്കൂർ വർക്ക് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എമർജൻസി റഡർ ഒരു സോ ബ്ലേഡ് വെച്ച് മുറിച്ചിട്ടൊരു റഡർ ഉണ്ടാക്കി. ഇതിൻ്റെ തിക്നെസ് കൂടുതലായിരുന്നു, അതവിടെ ഓട്ടോ പൈലറ്റ് ഫിറ്റ് ആകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് കുറയ്ക്കാനായിട്ട് ചിസലില്ല എൻ്റെ അടുത്ത്. അത് മറന്നുപോയ ഒരു കാര്യം, എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒരു ചുറ്റി വെച്ച് അടിച്ചടിച്ച് ഇതിൻ്റെ തിക്നെസ് കുറയ്ക്കാൻ നോക്കി. പക്ഷേ ഞാൻ എൻ്റെ കണക്കൂട്ടിൽ ഒരു 2 ആഴ്ച പണിയെടുത്താലേ അതിൻ്റെ തിക്നെസ് കുറയത്തുള്ളൂ. അപ്പം ഞാൻ എന്നാന്ന് വെച്ചാൽ ഓർത്ത് വലിയ മെറ്റൽ പാർട്ട് ഉപയോഗിക്കാമെന്ന്. ഞാൻ ഓർത്ത് ഈ നമ്മുടെ ഗ്യാസ് സ്റ്റവ് മൊത്തം ഊരിയിട്ട് അതിൻ്റെ ഒരു പ്ലേറ്റ് വേണേൽ ട്രൈ ചെയ്യാമെന്ന്. പിന്നെ ഓർത്ത് ബോട്ടിലൊരു നങ്കൂരമുണ്ട്, അത് ആങ്കറുണ്ട്, അതിൽ കുറേ മെറ്റലുണ്ട്. അത് ഞാൻ സെയിലിൻ്റെ താഴെ നിന്നൊക്കെ തപ്പിയെടുത്ത് അതിനെ ഡിസ്മാൻറ്റിൽ ചെയ്തപ്പം ഇത് ഈ പീസ് കിട്ടി. ഈ പീസ് ഫിറ്റ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത 8,000 നോട്ടിക്കൽ മൈൽ, ഏകദേശം 15,000 കിലോമീറ്റർ ഫിനിഷ് ചെയ്ത് തിരിച്ചു വന്നപ്പോഴത്തെ ആൾക്കാർ പറയുന്നത്, നമ്മൾ ബോട്ടിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ആണ് ആങ്കർ യൂസ് ചെയ്യുന്നത്, നീ ആ ആങ്കർ ബോട്ടിനെ ഓടിക്കാനായിട്ട് യൂസ് ചെയ്തത്. ഇതുപോലെ കുറേ കഥകളുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ ഒരു കയറ് പൊട്ടിയിട്ട് താഴെ വന്നു. കാറ്റ് കൂടുതലായത് കാരണം നമുക്ക് ഈ കൊടിമരത്തിൻ്റെ 20 മീറ്റർ 13 മീറ്റർ മേളിൽ കയറാൻ പറ്റത്തില്ല. അപ്പം ഞാനെന്ന് വെച്ചാൽ ഈ ഫിഷിംഗ് ഹുക്കില്ലേ,
ആ ഫിഷിംഗ് ഹുക്ക് 5 എടുത്തിട്ട് ഒരു മാല ഉണ്ടാക്കിയിട്ട് മേളിലോട്ട് എറിഞ്ഞ് അത് ഉടക്കി എന്നിട്ട് അത് വലിച്ചിട്ട് ഞാൻ ഈ കയറ് താഴെ കൊണ്ടുവന്ന്. അപ്പം മേളിലോട്ട് കയറണമെങ്കിൽ കുറഞ്ഞൊരു 5 മണിക്കൂറിൻ്റെ ജോലിയാണ്, ഇത് അരമണിക്കൂറിനകത്ത് പണി കഴിഞ്ഞു. അഭിലാഷിനോട് എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, അത് ഇവിടെ ഇത്രയധികം ആളുകൾ ഇരിക്കുന്നു, ഇവരോടെല്ലാമായിട്ട് പറയാൻ എന്താ ഉള്ളത്? അതായത് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല ഇത്. മുമ്പ് അഭിലാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ആവറേജ് ഒരു വ്യക്തിക്ക് ഒരു സെയിലറാകാൻ വേണ്ട യോഗ്യത എന്താണെന്ന്. അപ്പോൾ ആ ചോദ്യത്തിന് ഇപ്പം ഞങ്ങളൊക്കെ ആവറേജ് ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അതിനൊരു മറുപടി ഉണ്ടല്ലോ. അതടക്കമുള്ള എന്താണ് ഞങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം, ഒരു മെസ്സേജ് എന്താണ്? ഇല്ല, ഇത് ഒരു ആവറേജ് ആൾക്ക് ഒരിക്കലും സെയിലറാകാൻ പറ്റത്തില്ലെന്ന് പറയാനാണ് എന്നോട് പറയുന്നത്. പക്ഷേ എനിക്ക് 2 വാക്കേ പറയാനുള്ളൂ. സോറി ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് പോയതിന്. ആൻഡ് താങ്ക് യു ഫോർ ബീങ് എ വണ്ടർഫുൾ ഓഡിയൻസ്. താങ്ക് യു സോ മച്ച്. മലയാള മനോരമയുടെയും ഹോർത്തൂസിൻ്റെയും പേരിൽ അഭിലാഷ് ടോമിക്ക് നന്ദി പറയുന്നു. അഭിലാഷിൻ്റെ ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. അഭിലാഷിൻ്റെ ബുക്ക് ഇപ്പോൾ റിലീസ് ചെയ്തല്ലോ, അപ്പോൾ ആ ബുക്ക് കുറച്ച് പേർക്കൊക്കെ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഓതർ സൈൻ ചെയ്യുന്നൊരു ഉണ്ട്, അവിടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കാമല്ലോ അല്ലേ? നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അഭിലാഷിൻ്റെ പുസ്തകം വാങ്ങുന്നവർക്ക് അഭിലാഷിൻ്റെ സൈൻ മേടിച്ച് പോകാം. താങ്ക് യു സോ മച്ച്.